അടുത്ത സമയത്ത് ഞാനൊരു മാന്യനായ വ്യക്തിയുടെ വീട്ടിൽ പോയി. ഈ അടുത്ത സമയത്ത് ഞാൻ മാന്യനായ ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയി. എനിക്ക് അല്പം പരിചയമുള്ള ആളാണ്. എനിക്ക് അല്പം പരിചയമുള്ള ഒരാളാണ്. തന്റെ വീടിന്റെ മുൻവശത്ത് മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ടായി. തന്റെ വീടിന്റെ മുൻവശത്ത് മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. ഏറെക്കുറെ 4 ലക്ഷം രൂപ മുടക്കിയാണ് ആ ഗാർഡൻ ഉണ്ടാക്കിയത്. ഏറെക്കുറെ 4 ലക്ഷം രൂപ മുടക്കിയാണ് ആ പൂന്തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഒരു ദിവസം ചെന്നപ്പോ ഇതെല്ലാം ഇടിച്ചു പൊളിക്കുന്നു. പിന്നീട് ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ ഇതെല്ലാം ഇടിച്ചു പൊളിക്കുന്നു. ഞാൻ ചോദിച്ചു എന്തു പറ്റി? ഞാൻ ചോദിച്ചു എന്തു പറ്റി? ഇത് ചെയ്തത് തൃപ്തികരമായില്ല, അതുകൊണ്ട് ഒരു പുതിയ മോഡലിൽ പുതിയ ഫാഷനിൽ ചെയ്യുകയാണ്. ഇത് ചെയ്തത് തൃപ്തികരമായില്ല, അതുകൊണ്ട് ഒരു പുതിയ മോഡലിൽ പുതിയ ഫാഷനിൽ ചെയ്യുകയാണ്. പുതിയ ഫാഷനിൽ ചെയ്യാൻ 10 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ്. പുതിയ ഫാഷനിൽ ചെയ്യുവാൻ 10 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ്. അതിലെ മീൻ പിടിക്കുന്നതും ചൂണ്ടയിടുന്നതും ഒക്കെ ഉണ്ട്. അതിൽ ചൂണ്ടയിടുന്നതും മീൻ പിടിക്കുന്നതും ഒക്കെ ഉണ്ട്. ആദ്യത്തെ 4 ലക്ഷത്തിന്റെ കൊണ്ട് തൃപ്തി വന്നില്ല. ആദ്യത്തെ 4 ലക്ഷത്തിന്റേത് കൊണ്ട് തൃപ്തി വന്നില്ല. അതുകൊണ്ട് അത് പൊളിച്ചിട്ട് പുതിയൊരു ഗാർഡൻ ഉണ്ടാക്കുക. അതുകൊണ്ട് അത് പൊളിച്ചിട്ട് പുതിയൊരു പൂന്തോട്ടം ഉണ്ടാക്കുക. മാത്രമല്ല വീടുകൾ പുതുക്കി പുതുക്കി പണിയുന്നു. മാത്രമല്ല വീടുകളും പുതുക്കി പുതുക്കി പണിയുന്നു. മൊസൈക്ക് ഒക്കെ ഔട്ട് ഓഫ് ഫാഷനായി. ഇപ്പം അതെല്ലാം പൊളിച്ചിട്ട് ഗ്രാനൈറ്റ് ഇടുക. മൊസൈക്ക് എല്ലാം മാറി ഇപ്പോൾ ഗ്രാനൈറ്റ് ഇടുകയാണ്. പുതിയ പുതിയ മോഡലുകൾ, പുതിയ പുതിയ മോഡലുകൾ. എന്നിട്ടും ആത്മാവിന് തൃപ്തി വരുന്നില്ല. എന്നിട്ടും ആത്മാവിന് തൃപ്തി വരുന്നില്ല. പണം എങ്ങനെ ചിലവഴിക്കണമെന്നാണ് ഒരു കൂട്ടം മനുഷ്യരുടെ ഭാരം. ഒരു കൂട്ടം മനുഷ്യരുടെ ഭാരം ഈ പണം എങ്ങനെ ചിലവഴിക്കണമെന്നാണ്. ഈ മാന്യനായ മനുഷ്യന്റെയും ചിന്ത അതായിരുന്നു. ഈ മാന്യനായ മനുഷ്യന്റെയും ചിന്ത അത് തന്നെയായിരുന്നു. കൃഷിഭൂമി നന്നായി വിളഞ്ഞിരിക്കുന്നു. കൃഷിഭൂമി നന്നായി വിളഞ്ഞിരിക്കുന്നു. പക്ഷേ എന്റെ ഗോഡൌണിൽ ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുവാൻ കഴിയുന്നില്ല. പക്ഷേ എന്റെ കളപ്പുരയിൽ ഇതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് രാത്രിയിൽ ഇരുന്ന് താൻ പ്ലാൻ വരയ്ക്കുക. അതുകൊണ്ട് താൻ രാത്രിയിൽ ഇരുന്ന് പ്ലാൻ വരയ്ക്കുകയാണ്. പേപ്പർ എടുക്കുന്നു, വരയ്ക്കുന്നു, പിന്നെയും വെള്ളം കുടിക്കുന്നു, പിന്നെയും കിടക്കുന്നു, ഒട്ടും ഉറക്കമില്ല. പേപ്പർ എടുക്കുന്നു, വരയ്ക്കുന്നു, പിന്നെയും വെള്ളം കുടിക്കുന്നു, വീണ്ടും കിടക്കുന്നു, ഒട്ടും ഉറക്കം വരുന്നില്ല. അവസാനം ഒരു പ്ലാൻ തയ്യാറാക്കി. അവസാനമായി ഒരു മാതൃക തയ്യാറാക്കി. ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി എന്ന്. ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി എന്ന്. ഒരു വലിയ ഗോഡൌണിന്റെ ബ്ലൂ പ്രിന്റ്. ഒരു വലിയ ഗോഡൌണിന്റെ ബ്ലൂ പ്രിന്റ്. അവസാനം താൻ ഇങ്ങനെ പറഞ്ഞു തന്റെ ആത്മാവോട്. തന്റെ ആത്മാവോട് ഒടുവിലായി താൻ ഇപ്രകാരം പറഞ്ഞു, ധാന്യമെല്ലാം ഞാൻ ഇതിൽ കൂട്ടിവെക്കും. ഈ ധാന്യമെല്ലാം ഞാൻ ഇതിൽ കൂട്ടിവയ്ക്കും. എന്നിട്ട് ആത്മാവോട് പറയുകയാണ്. മലയാളത്തിൽ ആ പദമില്ല, ഇംഗ്ലീഷിലും മറ്റു ഭാഷാന്തരങ്ങളിലുമുണ്ട്. മലയാളത്തിൽ ആ പദമില്ല, ഇംഗ്ലീഷിലും മറ്റു ഭാഷാന്തരങ്ങളിലുമുണ്ട്. തമിഴിൽ ഇങ്ങനെയാണ്, ആത്മാവേ പുസിത്ത് കുടിത്ത് പൂരിപ്പായിര് എന്ന് പറഞ്ഞാൽ ആത്മാവേ തിന്നു കുടിച്ച നല്ല സന്തോഷമായിരിക്കും. ആത്മാവേ തിന്നു കുടിച്ച് സന്തോഷമായിരിക്കാം. ഞാൻ 10 ടൺ അരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തിന്നോളാൻ, ആത്മാവ് കഴിച്ചോളാൻ. ഞാൻ 10 ടൺ അരി ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ആത്മാവ് കഴിച്ചോളാൻ. ആത്മാവ് ചോറ് തിന്നുമോ? ആത്മാവ് ചോറ് തിന്നുമോ? ഈ ധാന്യം കൊണ്ട് ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ? ഈ ധാന്യം കൊണ്ട് ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുമോ? ഇന്നും മനുഷ്യ ജീവിതം അസ്വസ്ഥമാകുന്നതിന്റെ കാരണം അതാണ്. ഇന്നും മനുഷ്യ ജീവിതം അസ്വസ്ഥമാകുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. കൊട്ടാര സദൃശ്യമായ വീടുകൾ ഉണ്ടാക്കുന്നു. കൊട്ടാര സദൃശ്യമായ വീടുകൾ ഉണ്ടാക്കുന്നു. പുതിയ പുതിയ ഫാഷനുകളിൽ അതിൽ ഗ്രാനൈറ്റുകൾ പതിപ്പിക്കുന്നു. പുതിയ പുതിയ രീതികളിൽ അതിൽ ഗ്രാനൈറ്റുകൾ പതിപ്പിക്കുന്നു. നവീനമായ മോഡലുകളിൽ അത് ഉണ്ടാക്കുന്നു. നവീനമായ മോഡലുകളിൽ അതുണ്ടാക്കുന്നു. എന്നിട്ട് ആത്മാവിനോട് പറയുകയാണ്, ഈ വീട്ടിൽ നീ തൃപ്തിപ്പെട്ടുകൊള്ളുക. എന്നിട്ട് ആത്മാവിനോട് പറയുകയാണ്, ഈ വീട്ടിൽ നീ തൃപ്തിപ്പെട്ടുകൊള്ളുക. ബാങ്കിൽ ലക്ഷങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ബാങ്കിൽ ലക്ഷങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ റെസിപ്റ്റ് കാണിച്ചുകൊണ്ട് ആത്മാവിനോട് പറയുകയാണ്, സന്തോഷിച്ചുകൊള്ളാൻ. എന്നിട്ട് അതിന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ റെസിപ്റ്റ് കാണിച്ചുകൊണ്ട് ആത്മാവോട് പറയുകയാണ്, സന്തോഷിച്ചു കൊള്ളുക. പുതിയ കാറുകൾ, എയർ കണ്ടീഷൻ കാർ, ഒന്നിനൊന്നിന് പിന്നാലെ പുതിയ പുതിയ എയർ കണ്ടീഷൻ കാറുകൾ. കാറ് കാണിച്ചുകൊണ്ട് ആത്മാവോട് പറയുന്നു, തൃപ്തിപ്പെടുക. കാറ് കാണിച്ചുകൊണ്ട് ആത്മാവോട് പറയുന്നു, തൃപ്തിപ്പെടുക. പക്ഷേ ആത്മാവ് ഇതൊന്നിലും തൃപ്തിപ്പെടുന്നില്ല. ഒരു ദിവസം 2 പ്രാവശ്യം ഡ്രസ് മാറി നോക്കുന്നു. 2 പ്രാവശ്യം, രാവിലെ ഒന്നിട്ടാൽ ഉച്ചവരെ. ഒരു ദിവസം 2 പ്രാവശ്യം ഡ്രസ് മാറി മാറി ഇട്ട് നോക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം വേറൊന്ന്. ദിവസം തോറും പുതിയ പുതിയ കാറുകൾ. ഇന്നലെ ഒരു കാറിൽ, ഇന്ന് വേറൊരു കാറിൽ, നാളെ പുതിയൊരു കാറിൽ. ഇന്നലെ ഒരു കാറിൽ, ഇന്ന് വേറൊരു കാറിൽ, നാളെ പുതിയൊരു കാറിൽ. പക്ഷേ ആത്മാവിന് വിശ്രാമമില്ല. ഇതുകൊണ്ടൊന്നും ആത്മാവ് സ്വസ്ഥമായിരിക്കുന്നില്ല. ആത്മാവിനെ ഭൗമികമായത് കൊടുത്തു നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഭൗമികമായതൊന്നും കൊടുത്ത് ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ആത്മാവ് ഏതോ ഒന്നിനു വേണ്ടി ദാഹിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ
കാക്ഷിക്കുന്നത് പോലെ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ. ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. മനുഷ്യന്റെ ഉള്ളിലെ ആത്മാവ് ദൈവത്തിന്റെ ഒരു ഭാഗമാണ്. മനുഷ്യന്റെ ഉള്ളിലെ ആത്മാവ് ദൈവത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ആത്മാവ് ദൈവത്തെ അന്വേഷിക്കുന്നു. അതുകൊണ്ടാണ് ആത്മാവ് ദൈവത്തെ അന്വേഷിക്കുന്നത്. മനുഷ്യനിലുള്ള ദൈവാന്വേഷണ ചിന്താഗതി ഒരു മതമുണ്ടാക്കിയതല്ല. മനുഷ്യനുള്ള ദൈവാന്വേഷണ ചിന്താഗതി ഒരു മതമുണ്ടാക്കിയതല്ല. മതത്തിന്റെ ഉപദേശത്താലല്ല ദൈവാന്വേഷണ ചിന്താഗതി. മതത്തിന്റെ ഉപദേശത്താൽ അല്ല ദൈവാന്വേഷണ ചിന്താഗതി. വനാന്തരത്തിൽ പാർക്കുന്ന കാട്ടുമനുഷ്യരെ നോക്കിയാലും അവർക്കൊരു ദൈവാന്വേഷണം കാണാൻ കഴിയും. വനാന്തരത്തിൽ പാർക്കുന്ന കാട്ടുമനുഷ്യരെ നോക്കിയാലും അവർക്കും ഒരു ദൈവാന്വേഷണ ചിന്താഗതി കാണും. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സകലത്തെയും നടത്തുന്ന സൂക്ഷിക്കുന്ന ഒരു ഉന്നത ശക്തി ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സകലത്തെയും നടത്തുന്ന സൂക്ഷിക്കുന്ന ഒരു ഉന്നത ശക്തി ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. ആ ശക്തി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാ പരാജയം. ആ ശക്തി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പരാജയം. അതുകൊണ്ട് തീയെയും വെള്ളത്തെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ദൈവമെന്ന് വിശ്വസിച്ച് അതിനെ ആരാധിക്കുക. അതുകൊണ്ട് തീയെയും വെള്ളത്തെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ദൈവമെന്ന് വിശ്വസിച്ച് അതിനെ ആരാധിക്കുന്നു. എല്ലാ മനുഷ്യന്റെയും ആത്മാവ് ദൈവത്തോട് ചേരുവാൻ വാഞ്ചിച്ചുകൊണ്ടേ. എല്ലാ മനുഷ്യന്റെയും ആത്മാവ് ദൈവത്തോട് ചേരുവാൻ വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഈ ആത്മാവ് ദൈവത്തിന്റെ ഒരു ഭാഗമാണ്. കാരണം ഈ ആത്മാവ് ദൈവത്തിന്റെ ഒരു ഭാഗമാണ്. സകല സൃഷ്ടികളിൽ നിന്നും മനുഷ്യനെ വിശേഷിക്കപ്പെട്ടതാക്കി തീർക്കുന്നത് ഈ സബ്ജക്റ്റാണ്. സകല സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനെ വിശേഷിക്കപ്പെട്ടതാക്കി തീർക്കുന്നത് ഈ വിഷയമാണ്. ഒരു മൃഗത്തിനും ദൈവാന്വേഷണ ചിന്താഗതിയില്ല. ഒരു മൃഗത്തിനും ദൈവാന്വേഷണ ചിന്താഗതിയില്ല. ഇവിടെ സുവിശേഷ പ്രസംഗം നിശ്ചയിച്ചിരിക്കുന്നു. ഇവിടെ സുവിശേഷ പ്രസംഗം നിശ്ചയിച്ചിരിക്കുന്നു. ഒരു പശുവോ ഒരു കാളയോ സുവിശേഷം കേൾക്കാൻ ഇവിടെ വന്നിട്ടില്ല. സുവിശേഷം കേൾക്കുവാനായി ഒരു പശുവോ കാളയോ വന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവവചനം കേൾക്കാൻ വന്നതാ. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ദൈവവചനം കേൾക്കുവാനായി വന്നതാ. ദൈവത്തെ കാണാൻ വന്നിരിക്കുന്നു. ദൈവത്തെ കാണാൻ വന്നിരിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ളത് അനുഭവിക്കാൻ വന്നിരിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ളത് അനുഭവിക്കുവാൻ വന്നിരിക്കുന്നു. ആത്മാവിനെ ഭൗമികമായത് കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ആത്മാവിനെ ഭൗമികമായത് കൊടുത്ത് തൃപ്തിപ്പെടുത്താവതല്ല. ആത്മാവിന് വിശ്രാമം ലഭിക്കണമെങ്കിൽ ശരിയായ പാതയിൽ നിങ്ങളുടെ പാദങ്ങൾ എത്തണം. ആത്മാവിന്റെ വിശ്രാമം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ പാദങ്ങൾ ശരിയായ പാതയിൽ എത്തണം. ദൈവത്തിന്റെ വചനത്തെ വഴിയെ അഥവാ പാതയെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം വഴിയെ അല്ലെങ്കിൽ പാതയെ രണ്ടായി തിരിക്കുന്നു. ഒന്ന് ആകാത്ത വഴി, ഒന്ന് ആകാത്ത വഴി. ആകാത്ത വഴിയിൽ പാദങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് ആത്മാവിന് സ്വസ്ഥതയില്ലാത്തത്. ആകാത്ത വഴിയിൽ പാദങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് ആത്മാവിന് സ്വസ്ഥതയില്ലാത്തത്. ആകാത്ത വഴി ഏതെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ആകാത്ത വഴി ഏതെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. 2-3 വിഷയങ്ങൾ മാത്രം നിങ്ങളുടെ മുൻപിൽ വയ്ക്കട്ടെ. നിങ്ങളുടെ മുൻപിൽ 2-3 വിഷയങ്ങൾ മാത്രം വയ്ക്കട്ടെ. സദൃശ്യവാക്യങ്ങൾ 2-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. സദൃശ്യവാക്യം 2-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. വാക്യം ഒന്ന് വായിക്കാം. സദൃശ്യവാക്യങ്ങൾ ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളയുകയും ദോഷപ്രവൃത്തികളിൽ സന്തോഷിക്കുകയും ദുഷ്ടന്റെ വികടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. അടുത്തത്, അവർ വളഞ്ഞ വഴിക്ക് പോകുന്നവരും ചൊവ്വല്ലാത്ത പാതയിൽ നടക്കുന്നവരുമാകുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. അവിടെ ചില വഴികളെ കുറിച്ച് പറയുക. അവിടെ ചില വഴികളെ കുറിച്ച് പറയുകയാണ്. ഒന്ന് ഇരുട്ടുള്ള വഴി. ഒന്ന് ഇരുട്ടുള്ള വഴി. ഈ ഇരുട്ട് എന്ന് പറയുന്നത് പാപജീവിതത്തെ കാണിക്കുന്നു. ഈ ഇരുട്ട് എന്ന് പറയുന്നത് പാപജീവിതത്തെ കാണിക്കുക. പാപത്തിൽ ജീവിക്കുന്ന ഒരുവൻ ഇരുണ്ട വഴിയിലാണ് നിൽക്കുന്നതും നടക്കുന്നതും. പാപത്തിൽ ജീവിക്കുന്ന ഒരുവൻ ഇരുണ്ട വഴിയിലാണ് നിൽക്കുന്നതും നടക്കുന്നതും. മുമ്പിൽ എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. മുൻപിൽ എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. പക്ഷേ വലിയൊരു ഗർത്തമായിരിക്കും, തിരിച്ചറിയാൻ കഴിയാതായി പോകുന്നത്. പക്ഷേ ഒരു വലിയ ഗർത്തമായിരിക്കാം, അത് തിരിച്ചറിയുവാൻ കഴിയാതെയാണ് ഈ പോകുന്നത്. പാപത്തിന്റെ വഴി ഇരുണ്ട വഴിയാണ്. പാപത്തിന്റെ വഴി ഇരുണ്ട വഴിയാണ്. ഇരുണ്ട വഴിയിൽ നടക്കുന്നവന്റെ ആത്മാവ് അസ്വസ്ഥമാണ്. ഇരുണ്ട വഴിയിൽ നടക്കുന്നവന്റെ ആത്മാവ് അസ്വസ്ഥമാണ്. രണ്ടാമത് എന്താണ് അവിടെ വായിക്കുന്നത്? ചൊവ്വയുള്ള വഴിയിലല്ല അവർ സഞ്ചരിക്കുന്നത്. അവൻ ചൊവ്വയുള്ള വഴിയിലല്ല സഞ്ചരിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം 13-ാം വാക്യം. അവർ ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന് ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന്
രണ്ടാമത്തെ അവരുടെ പരാജയം നേരെയുള്ള പാത വിട്ടുകളയും. രണ്ടാമത്തെ അവന്റെ പരാജയം നേരെയുള്ള പാത വിട്ടുകളയുന്നു. ദൈവം എത്ര നേർവഴികൾ മുൻപിൽ വച്ചിരിക്കുന്നു. ദൈവം മുന്നിൽ എത്രയോ നേർവഴികൾ വച്ചിരിക്കുന്നു. പക്ഷെ അത് വിട്ടുകളയുക, അതിൽ നടക്കുന്നതിനേക്കാൾ ഉത്സാഹം അത് വിട്ടുകളയാനാണ്. പക്ഷേ അതിൽ നടക്കുന്നതിനേക്കാൾ ഉത്സാഹം അത് വിട്ടുകളയാൻ. വളരെ വ്യക്തമായി നേരായ പാത ദൈവം കാണിച്ചു തന്നിട്ടും അതിനെ വിട്ടു ജീവിക്കുന്നത് കൊണ്ട് ആത്മാവിൽ വിശ്രാമമില്ല. വളരെ വ്യക്തമായി നേരായ പാത ദൈവം കാണിച്ചു തന്നിട്ടും അതിനെ വിട്ടു ജീവിക്കുന്നത് കൊണ്ട് ആത്മാവിന് വിശ്രാമമില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അടുത്തതായി അവരെ കുറിച്ച് പറയുന്നു, ദോഷപ്രവർത്തികളിൽ സന്തോഷിക്കുന്നു. അടുത്തതായി അവരെ കുറിച്ച് പറയുന്നു, ദോഷപ്രവർത്തികളിൽ സന്തോഷിക്കുന്നു. അവരുടെ ഹൃദയവും മനസ്സും സന്തോഷിക്കുന്ന സകല പാപപ്രവർത്തികളിലുമാണ്. അവരുടെ ഹൃദയവും മനസ്സും സന്തോഷിക്കുന്നത് സകല പാപപ്രവർത്തികളിലുമാണ്. പുകവലിയിൽ സന്തോഷിക്കുന്നു. പുകവലിയിൽ സന്തോഷിക്കുന്നു. മദ്യപാനത്തിൽ സന്തോഷിക്കുന്നു. മദ്യപാനത്തിൽ സന്തോഷിക്കുന്നു. സിനിമയിൽ സന്തോഷിക്കുന്നു. സിനിമയിൽ സന്തോഷിക്കുന്നു. സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നതിനേക്കാൾ വീട്ടിലിരുന്ന് കാണുന്നതിൽ വളരെ സന്തോഷമാകും. സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നതിനേക്കാൾ വീട്ടിലിരുന്ന് കാണുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. ഇതിലൊക്കെ സന്തോഷിച്ചിട്ട് ആത്മാവ് അസ്വസ്ഥമായിരിക്കും. ഇതിലൊക്കെ സന്തോഷിച്ചിട്ട് ആത്മാവ് അസ്വസ്ഥമായിരിക്കുക. ഏതെല്ലാം ദോഷങ്ങളുണ്ടോ ആ ദോഷങ്ങളിലൊക്കെ സന്തോഷിക്കും. ഏതെല്ലാം ദോഷങ്ങളുണ്ടോ ആ ദോഷങ്ങളിലൊക്കെയും സന്തോഷിക്കുന്നു. അല്പമായ സന്തോഷം ഏറ്റവും ഒടുവിൽ തീരാ ദുഃഖം. അല്പമായ സന്തോഷം ഏറ്റവും ഒടുവിൽ തീരാ ദുഃഖം. പുകവലിക്കുമ്പോൾ ഒരു പ്രത്യേക സംതൃപ്തി ഉണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡിൽ എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ വലിച്ചിട്ടുമില്ല. പുകവലിക്കുമ്പോൾ ഒരു പ്രത്യേക സംതൃപ്തി ഉണ്ടെന്നാണ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ വലിച്ചിട്ടുമില്ല. അധ്വാനിക്കുന്നവന് സംതൃപ്തി. അധ്വാനിക്കുന്നവന് സംതൃപ്തി. വലിച്ചു വിടുകയാണ് ചുരുളായിട്ട് മേലോട്ട് വിടുമ്പോ തന്നെ ഒരു സംതൃപ്തിയാണ്. ചുരുളായിട്ട് വലിച്ചു വിടുകയാണ്. വലിച്ചു വിടുമ്പോൾ തന്നെ ഒരു സംതൃപ്തിയാണ്. അധികം താമസിയാതെ ഈ പുകച്ചുരുള് പോലെ ആള് കട്ടിലിൽ ചുരുളുന്നത് കാണാം. അധികം താമസിയാതെ ഈ പുകച്ചുരുൾ പോലെ ഈ ആള് കട്ടിലിൽ കിടന്ന് ചുരുളുന്നത് കാണാം. ചുരുണ്ട് കിടക്കുന്നത് കാണാം. ചുമച്ചുകൊണ്ട് ചുരുളുന്നത് കാണാം. TB, ക്ഷയരോഗം. ഇങ്ങനെ മാരകമായ രോഗത്തിന് ഇതൊക്കെ കാരണമാക്കി തീർക്കും. ഇങ്ങനെ മാരകമായ രോഗത്തിന് ഇവയൊക്കെ കാരണമാക്കി തീർക്കും. സകല ദോഷപ്രവർത്തികളിലും സന്തോഷിക്കുന്നു. സകല ദോഷപ്രവർത്തികളിലും സന്തോഷിക്കുന്നു. അടുത്തത് ദുഷ്ടന്റെ വികടങ്ങളിൽ ആനന്ദിക്കുന്നു. അടുത്തത് ദുഷ്ടന്റെ വികടങ്ങളിൽ ആനന്ദിക്കുന്നു. ഈ വികടം എന്ന് പറഞ്ഞാല് ഞാൻ ഒത്തിരി വ്യാഖ്യാനിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് ചിന്തിപ്പാൻ കഴിയുമായിരിക്കും. ഈ വികടം എന്ന് പറഞ്ഞാൽ ഒത്തിരി വ്യാഖ്യാനിപ്പാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും നിങ്ങൾക്ക് ചിന്തിപ്പാൻ കഴിയുമായിരിക്കും. അതിലൊന്നാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അതൊരു വികടമാണ്. അതിലൊന്നാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അതൊരു വികടമാണ്. തിയേറ്ററിൽ പോകണ്ട, ഇപ്പൊ വീട്ടിൽ നിന്ന് കാണാനുള്ള എല്ലാ സൗകര്യവും സാത്താൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. തിയേറ്ററിൽ പോകണ്ട, ഇപ്പോൾ വീട്ടിൽ നിന്ന് കാണുവാനുള്ള എല്ലാ സൗകര്യങ്ങളും സാത്താൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. രാവിലെ മുതൽ വൈകുന്നത് വരെ അതിന്റെ മുൻപിൽ സന്തോഷിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിന്റെ മുൻപിൽ സന്തോഷിക്കുക. വൈകുന്നേരം തുടങ്ങി രാവിലെ വരെയും അത് തന്നെ. വൈകുന്നേരം തുടങ്ങി രാവിലെ വരെയും അത് തന്നെ. പ്രാർത്ഥിക്കാൻ പലർക്കും നേരമില്ല. പലർക്കും പ്രാർത്ഥിക്കുവാൻ നേരമില്ല. ഇതിലാണ് സന്തോഷിക്കുന്നത്. ഇതിലാണ് അവർ സന്തോഷിക്കുന്നത്. ഇവര് വിശുദ്ധരും വല്ലതും ആണോ ഈ അഭിനയിക്കുന്നവര്? ഒരു വിശുദ്ധരും ദൈവമക്കളും ഒന്നുമല്ല. ഈ അഭിനയിക്കുന്നവർ വിശുദ്ധരും ദൈവമക്കളും ഒന്നുമല്ല. ഇത് ദുഷ്ടന്റെ വികടമാണ്. ഇത് ദുഷ്ടന്റെ വികടമാണ്. അതിൽ സന്തോഷിപ്പാൻ ആനന്ദിക്കുവാൻ ശ്രമിക്കുന്നു. അതിൽ സന്തോഷിക്കുവാൻ ആനന്ദിക്കുവാൻ ശ്രമിക്കുന്നു. 15-ാം വാക്യത്തിൽ വായിക്കുന്നു. 15-ാം വാക്യത്തിൽ വായിക്കുന്നു, അവർ വളഞ്ഞ വഴിക്ക് പോകുന്നവരാണ്. അവർ വളഞ്ഞ വഴിക്ക് പോകുന്നവരാണ്. നേരെ നടപ്പാൻ ഇഷ്ടമല്ല. നേരെ നടപ്പാൻ ഇഷ്ടമല്ല. പാമ്പിനെ പിടിച്ചിരുത്തി 1.5 മണിക്കൂർ സുവിശേഷം പറഞ്ഞാലും അത് കേട്ടേച്ച് ഇങ്ങനെ പോകത്തുള്ളൂ. പാമ്പിനെ പിടിച്ചിരുത്തി 1.5 മണിക്കൂർ സുവിശേഷം പറഞ്ഞാലും അത് കേട്ടിട്ട് ഇങ്ങനെ പോകത്തുള്ളൂ. പാമ്പെ വളഞ്ഞു പോകരുത്, നേരെ പോകണമെന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും അത് വളഞ്ഞേ പോകത്തുള്ളൂ. പാമ്പെ വളഞ്ഞു പോകരുത്, നേരെ തന്നെ പോകണമെന്ന് പറഞ്ഞാലും എത്ര പറഞ്ഞാലും അത് വളഞ്ഞേ പോകും. ചില മനുഷ്യർക്കും ഈ പാരമ്പര്യമാണ്. ചില മനുഷ്യർക്കും ഈ പാരമ്പര്യമാണ്. ഏതേൻ തോട്ടത്തിൽ അവന്റെ ആത്മാവ് അകത്ത് കയറിയതാണല്ലോ, വളഞ്ഞ വഴിയിൽ നടക്കുന്നു. ഏതേൻ തോട്ടത്തിൽ അവന്റെ ആത്മാവ് അകത്തു കയറിയതാണല്ലോ, വളഞ്ഞ വഴിയിൽ നടക്കുന്നത്. ചൊവ്വയുള്ള പാത, നേരെയുള്ള പാത അവർക്ക് വെറുപ്പാകുന്നു. ചൊവ്വയുള്ള പാത, നേരെയുള്ള പാത അവർക്ക് വെറുപ്പാകുന്നു. 15-ാം വാക്യത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. 15-ാം വാക്യത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. ചൊവ്വല്ലാത്ത പാതയിൽ നടക്കുന്നവരുമാകുന്നു. ചൊവ്വല്ലാത്ത പാതയിൽ നടക്കുന്നവരുമാകുന്നു. അതുകൊണ്ടാണ് അവരുടെ ആത്മാവിൽ സ്വസ്ഥതയില്ലാത്തത്. അതുകൊണ്ടാണ് അവരുടെ ആത്മാവിന് സ്വസ്ഥതയില്ലാത്തത്. നിങ്ങൾ ഇന്ന് രാത്രിയിൽ ചിന്തിക്കൂ, വാസ്തവമായ ഒരു വിശ്രാമം ആത്മാവിൽ അനുഭവിക്കുന്നുവോ? ഇന്ന് രാത്രിയിൽ നിങ്ങൾ ചിന്തിക്കുക, വാസ്തവമായ ഒരു വിശ്രാമം നമ്മുടെ ഹൃദയങ്ങളിൽ അനുഭവിക്കുന്നുവോ? പ്രാർത്ഥിക്കുന്നു, പാടുന്നു, ആരാധിക്കുന്നു, ഒക്കെ ചെയ്യുന്നു.
പ്രാർത്ഥിക്കുന്നു, പാടുന്നു, ആത്മാവിൽ നിറയുന്നു, ആരാധിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. നിങ്ങളുടെ ആത്മാവോട് ചോദിക്കുക, യഥാർത്ഥമായ ഒരു സ്വസ്ഥത അനുഭവിക്കുന്നു, യഥാർത്ഥമായ ഒരു സ്വസ്ഥത അനുഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ ആത്മാവോട് ചോദിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ പാദങ്ങൾ നിൽക്കുന്നത് ശരിയായ പാതയിലല്ലെന്ന് വ്യക്തം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പാദങ്ങൾ നിൽക്കുന്നത് ശരിയായ പാതയിലല്ല എന്ന് വ്യക്തം. സദൃശവാക്യം 14-12 വായിക്കുമ്പോൾ, സദൃശവാക്യം 14-12 വായിക്കുമ്പോൾ, ഒരുവന്റെ വഴി അവന് ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു. അതിന്റെ അവസാനമോ മരണ വഴി അത്രേ. അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രേ. സ്വാതന്ത്ര്യമുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്തും ചെയ്യാൻ, എങ്ങനെയും നടക്കാൻ സ്വാതന്ത്ര്യം, എങ്ങനെയും നടക്കുവാൻ, എന്തും ചെയ്യുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പലരും പറയുന്നത് ഞാൻ ചെയ്യുന്നത് ശരിയാണ്, പലരും പറയുന്നു ഞാൻ ചെയ്യുന്നത് ശരിയാണ്, ഞാൻ പറയുന്നത് തന്നെയാണ് ശരി, ഞാൻ പറയുന്നത് തന്നെയാണ് ശരി, ഞാൻ ചെയ്യുന്നത് തന്നെയാണ് ശരി, ഞാൻ ചെയ്യുന്നത് തന്നെയാണ് ശരി. അവൻ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണെന്ന് സ്വയം വിലയിരുത്തുകയാണ്. അവൻ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണെന്ന് സ്വയം വിലയിരുത്തുകയാണ്. നടക്കുന്ന പാത ചൊവ്വുള്ള പാതയായി തോന്നുന്നു, നടക്കുന്ന പാത ചൊവ്വുള്ള പാതയായി തോന്നുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ തിരുവല്ലായ്ക്ക് സമീപം ഒരു വീട്ടിലിരിക്കുകയായിരുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ തിരുവല്ലായ്ക്ക് സമീപമുള്ള ഒരു വീട്ടിലിരിക്കുകയായിരുന്നു. ഒരു യൗവനക്കാരനുമായി സുവിശേഷം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു യൗവനക്കാരനുമായി സുവിശേഷം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ഇടത്തെ കയ്യിൽ വിരലിന്റെ ഇടയിൽ സിഗരറ്റ് പുകഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തന്റെ ഇടത്തെ കയ്യിൽ വിരലിനിടയിൽ സിഗരറ്റ് പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് തീരുമ്പോൾ അടുത്തതിലേക്ക് ഇതിൽ നിന്ന് തന്നെയാ പിടിപ്പിക്കുന്നത്. ഒന്ന് തീരുമ്പോൾ ഇതിൽ നിന്ന് തന്നെയാണ് അടുത്തതിലേക്ക് തീ പിടിപ്പിക്കുന്നത്. അവന്റെ മേശപ്പുറത്തൊരു കുപ്പി ഇരിപ്പുണ്ട്. അപ്പോഴും അവന്റെ മേശപ്പുറത്തൊരു കുപ്പി ഇരിപ്പുണ്ട്. കാൽഭാഗമേ തീർന്നിട്ടുള്ളൂ, ബാക്കി മുക്കാലും ഉണ്ട്. വെള്ളം ചേർക്കാതാ കുടിക്കുന്നത്. കാൽഭാഗമേ തീർന്നിട്ടുള്ളൂ, ബാക്കി മുക്കാൽ ഭാഗമുണ്ട്. വെള്ളം ചേർക്കാതെയാണ് കുടിക്കുന്നത്. ഞാൻ സംസാരിക്കുകയും കേൾക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവനിത് പുകയ്ക്കും, അല്പം കുടിക്കും. ഞാനിത് സംസാരിക്കുകയും അവൻ കേൾക്കുകയും ചെയ്യുന്നതിന് ഇടയ്ക്ക് ഇവനിത് പുകയ്ക്കുകയും അല്പം കുടിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ ആത്മാവ് പാതാളത്തിലേക്കായിരിക്കും പോവുക. ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ ആത്മാവ് പാതാളത്തിലേക്കായിരിക്കും പോവുക. ഈ പാപപ്രവൃത്തികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്ന ദൈവത്തിങ്കിലേക്ക് വരണം. ഈ പാപപ്രവൃത്തികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്ന ദൈവത്തിങ്കിലേക്ക് വരണം. താൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ഇത് 20-ാം നൂറ്റാണ്ടാണ് ഉപദേശി. ഇത് 20-ാം നൂറ്റാണ്ടാണ്. ഒരല്പം കുടിക്കാത്ത, ഒന്ന് പുകയ്ക്കാത്ത ഒരുവനെ മനുഷ്യന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുകയില്ല. ഒരല്പം കുടിക്കാത്ത, ഒന്ന് പുകയ്ക്കാത്ത മനുഷ്യനെ മനുഷ്യന്റെ കൂട്ടത്തിൽ കൂട്ടുവാൻ കൊള്ളുക. തന്റെ നോട്ടത്തില് ഞാൻ മനുഷ്യനല്ലെന്ന, കാരണം ഇത് രണ്ടും എനിക്കില്ല. ഞാനേതോ മൃഗവും താനൊരു മനുഷ്യനും. എന്റെ നോട്ടത്തിൽ ഞാനേതോ മൃഗവും താനൊരു മനുഷ്യനും, കാരണം ഇത് രണ്ടും എനിക്കില്ല. കാരണം താൻ പുകയ്ക്കുന്നു, കുടിക്കുന്നു, മനുഷ്യന്റെ കൂട്ടത്തിലാണ്. താൻ പുകയ്ക്കുന്നു, കുടിക്കുന്നു, താൻ മനുഷ്യന്റെ കൂട്ടത്തിലാണ്. എനിക്കിത് രണ്ടുമില്ല, അതുകൊണ്ട് മനുഷ്യന്റെ കൂട്ടത്തിൽ പെടുത്താനും പറ്റും. എനിക്കിത് രണ്ടുമില്ലാത്തത് കൊണ്ട് എന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ പെടുത്താനും സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നന്നായിരിക്കട്ടെ, എന്നും ഇങ്ങനെ ആയിരിക്കട്ടെ. ഞാൻ പറഞ്ഞു, നന്നായിരിക്കട്ടെ, എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പ്രാർത്ഥിച്ച് പിരിയുവാനിടയായി. അധിക നാൾ കഴിയും മുൻപ് താനൊരു വക്കീലായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. കോട്ടയത്ത് ഒരു മീറ്റിംഗിൽ പങ്കെടുത്തതിന് ശേഷം തിരുവല്ലായ്ക്ക് തന്റെ ബൈക്കിൽ മടങ്ങി വരികയായിരുന്നു. മനുഷ്യനെ കൂട്ടത്തിൽ പെടുത്തണ്ടേ, അല്പം കുടിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിൽ പെടുത്തണ്ടേ, അതിനായി അല്പം കുടിച്ചിട്ടുമുണ്ട്. വൈകിട്ട് ഏതാണ്ട് ഒരു 6:30 മണി കഴിഞ്ഞ സമയം, ഒരു ചെറിയ ചാറ്റമഴയും കൂടെ. കോട്ടയത്തിന് വരുന്ന ഒരു ലോറി അദ്ദേഹത്തിന്റെ ബൈക്ക് നിയന്ത്രണം വിട്ട് അതിന്റെ കീഴിലോട്ട് കയറി. അവസാനം ശവമായിട്ടാണ് അവിടുന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോയത്. ഒരു മനുഷ്യന് തന്റെ വഴി ചൊവ്വുള്ളതായി തോന്നുന്നു. എന്നാൽ അതിന്റെ അവസാനമോ മരണ വഴിയാണെന്ന് മനസ്സിലാക്കുന്നില്ല. താൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് പറഞ്ഞാണ് പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഓരോ പാപവും ചെയ്യുന്നു, താൻ ചെയ്യുന്നത് ശരിയാണെന്ന് സമർത്ഥിക്കുന്നു. ഏറ്റവും ഒടുവിൽ അഗാധമായ കുഴിയിലേക്ക് കൊണ്ടുപോയി തള്ളുന്നു. ഒരു പാമ്പാട്ടിയുടെ കഥ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു വലിയ പെരുമ്പാമ്പിനെ കൊണ്ട് കളിപ്പിച്ച് ഉപജീവനം കഴിക്കുന്ന ഒരു പാമ്പാട്ടി. തെരുവിൽ ചെല്ലും, ഈ പെരുമ്പാമ്പിനെ ഇറക്കിവിടും. അത് ദേഹത്ത് ഇങ്ങനെ ചുറ്റും ചില കളികളൊക്കെ കാണിക്കും.
മനുഷ്യൻ വല്ലതും കൊടുക്കും, അതുകൊണ്ട് ഉപജീവനം കഴിക്കും. തെരുവിൽ ചെല്ലും, ഈ പാമ്പിനെ ഇറക്കി വിടും, അത് ദേഹത്ത് ഇങ്ങനെ ചുറ്റും, ചില ചെറിയ കളികളൊക്കെ കാണിക്കും, മനുഷ്യന് വല്ലതും കൊടുക്കും, അതുകൊണ്ട് ഉപജീവനം ഈ കഴിക്കും. പാമ്പാട്ടിയും പാമ്പും ഒരു ദിവസം ഒരു ജംഗ്ഷനിലെത്തി. ഒരു ദിവസം ഈ പാമ്പാട്ടിയും പാമ്പും ഒരു ജംഗ്ഷനിലെത്തി. തന്റെ കളി ആരംഭിക്കാൻ തുടങ്ങുകയാണ്. കൂടയിൽ നിന്ന് പാമ്പിനെ വെളിയിലേക്ക് ഇറക്കി വിട്ടു. ഒരു ചെറിയ ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ അത് ഇഴഞ്ഞ് ഇദ്ദേഹത്തിന്റെ ദേഹത്ത് വന്നു ചുറ്റി. ഒരു ചെറിയ ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ അത് ഇഴഞ്ഞ ഈ വ്യക്തിയുടെ ദേഹത്ത് വന്ന് ചുറ്റി. പാദം തൊട്ട് കഴുത്ത് വരെ ചുറ്റി. പാദം മുതൽ കഴുത്ത് വരെയും ചുറ്റി. അതിന്റെ തല ഇങ്ങനെ ഈ പാമ്പാട്ടിയുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ആട്ടുന്ന കണ്ടപ്പോ ഒരു പ്രത്യേക രസം. എല്ലാരും ചിരിച്ചു. ആ പാമ്പിന്റെ തല ഇങ്ങനെ പാമ്പാട്ടിയുടെ തലയ്ക്ക് മുകളിൽ ആട്ടുന്നത് കണ്ടപ്പോൾ ഒരു പ്രത്യേക രസം, എല്ലാവരും ചിരിച്ചു. ഒരു അത്ഭുതകരമായ ഒരു കാഴ്ച പോലെ. കുറച്ചു നേരം കളി കഴിഞ്ഞിട്ട് അടുത്ത ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ഇത് തനിയെ ഇറങ്ങി ആ കൂടയിൽ പോയി കിടക്കേണ്ടതാ. ഒരു അല്പം കളി കഴിഞ്ഞിട്ട് ഒരു ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ അത് തനിയെ ഇറങ്ങിയ കൂടയിൽ പോയി കിടക്കേണ്ടതാണ്. സമയമായി. പാമ്പാട്ടി ശബ്ദം പുറപ്പെടുവിച്ചു. പക്ഷേ പാമ്പ് ഇറങ്ങുന്നില്ല. ഒന്നുകൂടെ മുറുക്കുകയാണ്. പാമ്പാട്ടിയുടെ കണ്ണ് തള്ളി നാക്ക് നീണ്ടു വന്നു. കണ്ടോണ്ടിരുന്നവർ കൈയടിച്ചു. ഇതും ഒരു കളിയാണെന്ന് വിചാരിച്ചു. ഇതും ഒരു കളിയാണെന്ന് ചിന്തിച്ചു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ കളി. പാമ്പാട്ടിയുടെ കണ്ണ് തള്ളുകയാണ്. മരണവെപ്രാളം കൊണ്ട് പിടയുകയാണ്. കാണികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. പാമ്പാട്ടി ശബ്ദം പുറപ്പെടുവിക്കുന്നു. പക്ഷേ പാമ്പ് കെട്ടഴിഞ്ഞിറങ്ങി വരുന്നില്ല. അവസാനം നിന്ന പാമ്പാട്ടി താഴെ വീണു. ഒടുവിൽ നിന്ന പാമ്പാട്ടി താഴെ വീണു. അപ്പോഴും കാണികൾ കൈയടിച്ചു. കളിയുടെ ക്ലൈമാക്സിൽ വന്നിരിക്കുക. കളിയുടെ ക്ലൈമാക്സിൽ വന്നിരിക്കുകയാണ്. അധികം താമസിയാതെ സ്ത്രീ എഴുന്നേൽക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് സംഭവിച്ചില്ല. കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്നേക്കുമായി ലോകം വിട്ടുപോയി എന്ന്. പാപത്തോട് കളിക്കുന്നത് ഇതുപോലെയാണ്. ഓരോ പാപവും ചെയ്തിട്ട് ഞാൻ ചെയ്ത ശരി എന്ന് പറഞ്ഞുകൊണ്ടാ പോകുന്നത്. ഓരോ പാപവും ചെയ്തിട്ട് ഞാൻ ചെയ്തത് ശരി എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഒരു മനുഷ്യന് തന്റെ വഴി ചൊവ്വുള്ളതായി തോന്നുന്നു. പക്ഷേ അതിന്റെ അവസാനമോ മരണവഴിയാകുന്നു. നിങ്ങളുടെ കാലുകൾ ഏത് വഴിയിൽ? അത് ജീവന്റെ വഴിയിലാണോ അതോ മരണവഴിയിലാണോ? അവസാനം മരണത്തിൽ. ഏതാണ് ഈ മരണം? ശരീരത്തിൽ നിന്നുള്ള വേർപാടെന്ന മരണം മാത്രമല്ല, മരണാനന്തരം പോയി ചേരുന്ന നിത്യ തീപ്പൊയ്ക. വെളിപ്പാട് 21:8 വായിക്കുന്നു. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയത്രേ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയത്രേ. ഇത് രണ്ടാം മരണം. നിങ്ങൾ നടക്കുന്ന പാത ഏറ്റവും ഒടുവിൽ ഈ രണ്ടാം മരണത്തിൽ പോയി ചേരുവാനിടയാകരുത്. രണ്ടാം മരണത്തിൽ പോയി ചേരുവാനിടയാകരുത്. യെശയ്യാ പ്രവചനം 59-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വളഞ്ഞ വഴികളെ കുറിച്ച് വായിക്കുന്നു. 8-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല. അവരുടെ നടപ്പിൽ ന്യായവുമില്ല. അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു. തങ്ങളുടെ തെറ്റുകളെ ന്യായീകരിക്കുവാൻ വളഞ്ഞ വഴികൾ സ്വയം ഉണ്ടാക്കുകയാണ്. അവരവർ തന്നെ വഴികളെ ഉണ്ടാക്കുന്നു. വളഞ്ഞ വഴികൾ ഉണ്ടാക്കുന്നു. തങ്ങൾക്ക് വേണ്ടി തങ്ങൾ വളഞ്ഞ വഴികളെ സൃഷ്ടിക്കുന്നു. ആ വാക്യത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. അവയിൽ നടക്കുന്ന ഒരുത്തനും സമാധാനം അറിയുകയില്ല. സ്വന്തം പ്ലാൻ പ്രകാരം വളഞ്ഞ വഴികളെ ഉണ്ടാക്കി. അതിൽ നടക്കുന്ന ഒരുത്തനും സമാധാനം അനുഭവിക്കത്തില്ല. നിന്റെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ അതിന്റെ കാരണം ഈ വളഞ്ഞ വഴിയാണ്. അത് വിട്ട് നേരായ പാതയിലേക്ക് വരാൻ തയ്യാറുണ്ടെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന
ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ അത് നിറയ്ക്കുന്നതായി വിട്ട് നേരായ വഴിയിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കും. മത്തായിയുടെ സുവിശേഷം 7:13 വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 7:13 വായിക്കുമ്പോൾ അവിടെ ഒരു വീതിയുള്ള വഴിയെ കുറിച്ച് പറയുന്നു. അവിടെ ഒരു വീതിയുള്ള വഴിയെ കുറിച്ച് പറയുന്നു. നാഷണൽ ഹൈവേ പോലെ വീതിയുള്ള വഴി, നാഷണൽ ഹൈവേ പോലെ വീതിയുള്ള വഴി. അതിന്റെ അവസാനം നാശത്തിലേക്കാണ്. അതിന്റെ അവസാനം നാശത്തിലേക്കാണ്. ഇഷ്ടം പോലെ സഞ്ചരിക്കാം, ഇഷ്ടം പോലെ സഞ്ചരിക്കാം, സ്വാതന്ത്ര്യമായി സഞ്ചരിക്കാം, സ്വാതന്ത്ര്യമായി സഞ്ചരിക്കാം. യാതൊരു നിയന്ത്രണവും അവിടെ ഇല്ല. അവിടെ യാതൊരു നിയന്ത്രണവുമില്ല. യേശു 2 പാതകളെ കുറിച്ച് അവിടെ പറയുന്നു. യേശു അവിടെ 2 പാതകളെ കുറിച്ച് പറയുന്നു. ഒന്ന് ജീവന്റെ പാത, അത് ഇടുക്കമുള്ളതാണ്. ഒന്ന് ജീവന്റെ പാത, അത് ഇടുക്കമുള്ളതാണ്. മറ്റൊന്ന് നാശത്തിലേക്കുള്ള പാത, മറ്റൊന്ന് നാശത്തിലേക്കുള്ള പാത, അത് വീതിയും വിശാലവുമാണ്. അത് വീതിയും വിശാലവുമാണ്. അതുവഴി സഞ്ചരിക്കുന്നവർ അനേകരാണ്, അതുവഴി സഞ്ചരിക്കുന്നവർ അനേകരാണ്. അതിന്റെ അവസാനം നാശത്തിലാണ്. അതിന്റെ അവസാനം നാശത്തിലാണ്. ഇങ്ങനെ ആകാത്ത വഴിയെ കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കും. ഇങ്ങനെ ആകാത്ത വഴികളെ കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ വിലയിരുത്തൂ, നിങ്ങളുടെ കാലുകൾ ശരിയായ പാതയിലാണ്. ഇന്ന് രാത്രിയിൽ വിലയിരുത്തൂ, നിങ്ങളുടെ കാലുകൾ ശരിയായ പാതയിലാണോ? ഇനി നല്ല വഴിയെയും ബൈബിൾ കാണിക്കുന്നു. ഇനി നല്ല വഴിയെയും ബൈബിൾ കാണിക്കുന്നു. ആ വഴിക്ക് അനേക വിശേഷണ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ വഴിക്ക് അനേക വിശേഷണ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. സങ്കീർത്തനം 16:11 അതിനെ ജീവന്റെ വഴി എന്ന് വിളിക്കുന്നു. സങ്കീർത്തനം 16:11 അതിനെ ജീവന്റെ വഴി എന്ന് വിളിക്കുന്നു. സങ്കീർത്തനം 23:3 അതിനെ നീതിപാതകൾ എന്ന് വിളിക്കുന്നു. സങ്കീർത്തനം 23:3 അതിനെ നീതിപാതകൾ എന്ന് വിളിക്കുന്നു. 119 സങ്കീർത്തനം 35 വാക്യത്തിൽ കൽപ്പനകളുടെ പാത എന്ന് വിളിക്കുന്നു. 119 സങ്കീർത്തനം 35 വാക്യത്തിൽ കൽപ്പനകളുടെ പാത എന്ന് വായിക്കുന്നു. സദൃശവാക്യം 2:8 ന്യായത്തിന്റെ പാതകൾ എന്ന് പറയുന്നു. സദൃശവാക്യം 2:8 ന്യായത്തിന്റെ പാതകൾ എന്ന് പറയുന്നു. സദൃശവാക്യം 4:11 നേരെയുള്ള പാത എന്ന് പറയുന്നു. സദൃശവാക്യം 4:11 നേരെയുള്ള പാത എന്ന് പറയുന്നു. ഇതിനെ വിശുദ്ധ വഴി എന്ന് പറയുന്നു. ഇതിനെ വിശുദ്ധ വഴി എന്ന് പറയുന്നു. അനേക പേരുകൾ ഈ നല്ല വഴിക്കുണ്ട്. ഈ നല്ല വഴിക്ക് അനേക പേരുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യഹോവയായ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. ഇവിടെ യഹോവയായ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ വഴികളിൽ ചെന്ന്, നിങ്ങൾ വഴികളിൽ ചെന്ന് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒത്തിരി വഴികളുണ്ടെന്ന്. അതിന്റെ അർത്ഥം ഒത്തിരി വഴികളുണ്ടെന്നാണ്. ഏതാണ് സത്യമെന്ന് ശരിയായ വഴിയെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത പോലെ പാതകൾ ഒത്തിരി. ഏതാണ് വഴി ശരിയായ വഴിയെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ പാതകൾ ഒത്തിരി. ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകും. ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകും. ഉറങ്ങിയും തൂങ്ങിയും ഇരുന്ന് യാത്ര ചെയ്താൽ വല്ലതും വഴിക്കായിരിക്കും പോവുക. ഉറങ്ങിയും തൂങ്ങി വരുന്ന യാത്ര ചെയ്താൽ വേറെ വല്ല വഴിക്കുമായിരിക്കും പോകുക. ഒരിക്കൽ ഞാൻ മധുരയ്ക്ക് കാറിൽ യാത്ര ചെയ്യുക. ഒരിക്കൽ ഞാൻ കാറിൽ മധുരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് അന്ന് വാഹനം ഓടിക്കുന്ന ഒരു പുതിയ ഡ്രൈവറാണ്. എനിക്ക് അന്ന് വാഹനം ഓടിക്കുന്നത് ഒരു പുതിയ ഡ്രൈവറായിരുന്നു. ആ മധുരയ്ക്കുള്ള വഴി എനിക്ക് നല്ല നിശ്ചയമാണ്. ആ മധുരയ്ക്കുള്ള വഴി എനിക്ക് നല്ല നിശ്ചയമാണ്. ഒരു പ്രത്യേക സ്ഥാനത്ത് വന്നപ്പോൾ ക്ഷീണം കൊണ്ട് അല്പം മയങ്ങിപ്പോയി. പക്ഷേ ഒരു പ്രത്യേക സ്ഥാനത്ത് വന്നപ്പോൾ ക്ഷീണം കൊണ്ട് അല്പം മയങ്ങിപ്പോയി. 2 വഴിയുടെ അടുക്കൽ വന്ന് നിന്നപ്പോൾ ഡ്രൈവർ എന്നോട് ചോദിച്ചു എങ്ങോട്ടാ പോകേണ്ടത്. 2 വഴിയുടെ അടുക്കൽ വന്ന് നിന്നപ്പോൾ ഡ്രൈവർ എന്നോട് ചോദിച്ചു എങ്ങോട്ടാ പോകേണ്ടത്. ഞാൻ പകുതി ഉറക്കത്തിൽ പറഞ്ഞു കൊണ്ട് വലത്തോട്ട് പോയിക്കോ. ഞാൻ പകുതി ഉറക്കത്തിൽ പറഞ്ഞു ദാണ്ട വലത്തോട്ട് പോയിക്കൊള്ളാം. പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഉറങ്ങി. പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ഉറങ്ങി. ഡ്രൈവർ അങ്ങനെ വണ്ടി വിടുക. ഡ്രൈവർ അങ്ങനെ വണ്ടി വിടുകയാണ്. ഞാന് മധുരയിൽ ചെല്ലേണ്ട സമയമായി. ഞാൻ മധുരയിൽ ചെല്ലേണ്ട സമയമായി. പെട്ടെന്ന് ഉറക്കമുണർന്ന് നോക്കിയപ്പോ ഏതോ ഒരു വിജനമായ സ്ഥലത്തൂടി ഇങ്ങനെ പോവുക. പെട്ടെന്ന് ഞാൻ ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ ഏതോ ഒരു വിജനമായ സ്ഥലത്തൂടെ ഇങ്ങനെ പോവുകയാണ്. 2 സൈഡിലും നോക്കി എവിടെങ്കിലും ഒരു അടയാളമുണ്ടോ എന്ന് കാണാം. പേരെഴുതി വെച്ചിട്ട് ഒരു പേരും കാണാൻ. റോഡിന്റെ 2 സൈഡിലും നോക്കി എവിടെങ്കിലും ഒരു പേരെഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കി ഒരു അടയാളവും കാണുവാനില്ല. അടുത്തെങ്ങും ഒരു വീടുമില്ല. അടുത്തെങ്ങും ഒരു വീടുമില്ല. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു വഴി തെറ്റിയെന്നാ തോന്നുന്നു. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു വഴി തെറ്റിയെന്നാണ് തോന്നുന്നത്. കറങ്ങി 4 മണിക്കൂർ കളഞ്ഞു. എന്തായാലും കറങ്ങി 4 മണിക്കൂർ കളഞ്ഞു. അവിടെ നിന്ന് നല്ല പാതയിൽ ചെന്നെത്താൻ, നേരായ വഴിയിൽ ചെന്നെത്താൻ 4 മണിക്കൂർ. അവിടെ നിന്നും നേരായ പാതയിൽ നല്ല വഴിയിൽ ചെന്നെത്തുവാൻ 4 മണിക്കൂർ. ഉറങ്ങിയും തൂങ്ങി വണ്ടിയിൽ കയറി ഇരുന്ന് ഇഷ്ടമുള്ള വഴിക്ക് പോയാൽ ആയുസ് പോകും കേട്ടോ. ഉറങ്ങിയും തൂങ്ങി വണ്ടിയിൽ കയറി ഇരുന്ന് ഇഷ്ടമുള്ള വഴിക്ക് പോയാൽ ആയുസ് പോകും കേട്ടോ. അതുകൊണ്ട് കണ്ണ് ശരിയായി തുറന്നിരിക്കണം. അതുകൊണ്ട് കണ്ണ് ശരിയായി തുറന്നിരിക്കണം. ഉണർവോടിരിക്കണം. നല്ല ഉണർവോടിരിക്കണം. വേറൊരു കാര്യം ദൈവാത്മാവ് യഹോവ ഇപ്രകാരം പറയുന്നുണ്ട്. ഇവിടെ വേറൊരു കാര്യം യഹോവ ഇപ്രകാരം പറയുന്നു. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് ചോദിച്ച് നടക്കണം. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് ചോദിച്ച് നടക്കണം. അറിയാവുന്നവരോട് ചോദിച്ചില്ലെങ്കിൽ അതിനേക്കാൾ കുഴപ്പമാണ്. അറിയാവുന്നവരോട് ചോദിച്ചില്ലേ അതിനേക്കാൾ കുഴപ്പമാണ്. എവിടെങ്കിലും പോയി ചോദിച്ചാൽ ജീവിതം നഷ്ടപ്പെടത്തേ ഉള്ളൂ. എവിടെങ്കിലും പോയി ചോദിച്ചാൽ ജീവിതം നഷ്ടപ്പെടുകയേ ഉള്ളൂ. അങ്ങനെ ഒരു അബദ്ധം ഒരിക്കലും എനിക്ക് പറ്റി. അങ്ങനെ ഒരിക്കലൊരു അബദ്ധം എനിക്ക് പറ്റി. ഞാൻ ആദ്യമായി തൂത്തുക്കുടിയിൽ ഒരു മീറ്റിംഗിന് പോയതാണ്. ഞാൻ ആദ്യമായി തൂത്തുക്കുടിയിൽ ഒരു മീറ്റിംഗിന് പോകുകയാണ്. 5 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞ് 5 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞ് രാത്രിയിൽ തനിയെ വരാനുള്ള ഭയം നിമിത്തമായി
രാത്രിയിൽ തനിയെ വരാനുള്ള ഭയം നിമിത്തം അത് രാവിലെ തിരിക്കാമെന്ന് വിചാരിച്ചു. അത് രാവിലെ തിരിക്കാമെന്ന് നിശ്ചയിച്ചു. 4 മണിക്ക് ഞങ്ങൾ തൂത്തുക്കുടിയിൽ നിന്ന് പുറപ്പെട്ടു. 4 മണിക്ക് ഞങ്ങൾ തൂത്തുക്കുടിയിൽ നിന്ന് പുറപ്പെട്ടു. 5 മണി കഴിഞ്ഞപ്പോ തിരുനെൽവേലിയിലെത്തി. 5 മണി കഴിഞ്ഞപ്പോൾ തിരുനെൽവേലിയിലെത്തി. എങ്ങോട്ടാ പോകേണ്ടതെന്ന് എനിക്ക് നല്ല നിശ്ചയമില്ല. എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കും നല്ല നിശ്ചയമില്ല. ആരോടും ചോദിക്കാൻ ഒരാളുവിനെയും കാണാനില്ല. ആരോടും ചോദിക്കാൻ ഒരാളിനെയും കാണാനില്ല. ഏതോ 1-2 വഴി കറങ്ങി ഒരു സ്ഥലത്ത് എന്നപ്പോ ഒരാൾ പാലും കൊണ്ടുപോകുന്നു. ഏതോ 1-2 വഴി കറങ്ങി ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരാൾ പാലും കൊണ്ടുപോകും. ഞാൻ വണ്ടി നിർത്തിയ ആളിനോട് ചോദിച്ചു, തെങ്കാശിക്കുള്ള വഴി ഏതാണ്? ഞാൻ വണ്ടി നിർത്തി അയാളോട് ചോദിച്ചു, തെങ്കാശിക്കുള്ള വഴി ഏതാണ്? ഉള്ളി പറഞ്ഞു, നേരെ അങ്ങ് പോയാ മതിയെന്ന്. പുള്ളി പറഞ്ഞു, നേരെ അങ്ങ് പോയാ മതി. ഡ്രൈവറോട് പറഞ്ഞു, നേരെ വിട്ടോളാം. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, നേരെ വിട്ടോളാം. ഡ്രൈവർ നേരെ വിടാൻ തുടങ്ങി. സാധാരണഗതിയിൽ 1 മണിക്കൂർ കൊണ്ട് തെങ്കാശി വരേണ്ടതാണ്. സാധാരണഗതിയിൽ 1 മണിക്കൂർ കൊണ്ട് തെങ്കാശിയിൽ വരേണ്ടതാണ്. 7 മണിയായി 7:30 തെങ്കാശി കാണുന്നില്ല. 7 മണി കഴിഞ്ഞു 7:30 തെങ്കാശി കാണുന്നില്ല. അപ്പോഴേ സൈഡിൽ ഒരു ബോർഡ്, പാപനാശം. അപ്പോൾ സൈഡിൽ ഒരു ബോർഡ്, പാപനാശം. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, തെറ്റിയെന്നാ തോന്നുന്നത്. എങ്കിലും നമുക്ക് മുൻപോട്ട് പോകാം. പിന്നെയും ബോർഡ് കാണുകയാണ്, തെങ്കാശി കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. കാണുന്നത് പാപനാശം. വീണ്ടും തെങ്കാശി കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. കാണുന്നത് പാപനാശം. കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഒരാളെ റോഡ് സൈഡിൽ കണ്ടു. റോഡ് സൈഡിൽ ഒരാളെ കണ്ടു. ഞാൻ ചോദിച്ചു, തെങ്കാശിക്കുള്ള വഴി ഏതാണ്? പുള്ളി തിരിഞ്ഞു ചോദിക്കുക, എവിടുന്നാ വരുന്നത്? എവിടുന്നാ വരുന്നത്? ഞങ്ങൾ തിരുനെൽവേലിയിൽ നിന്ന് വരിക. അയ്യോ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇത് പാപനാശത്തിന് പോകുന്ന വഴിയാ. പാപനാശം വഴിയും പോകാം തെങ്കാശിയിൽ. പോകാം. സംഭവിച്ചെന്താണെന്നറിയാമോ? 6 മണിക്ക് തെങ്കാശി വരണ്ട, ഞാൻ 11 മണി തെങ്കാശിയിലെത്തിയപ്പോൾ. 6 മണിക്ക് തെങ്കാശിയിൽ വരണ്ട, ഞാൻ തെങ്കാശിയിൽ വന്നപ്പോൾ 11 മണി. വഴി അറിയാൻ വയ്യാത്തവരോട് ചോദിച്ചുകൊണ്ട് പറ്റിയ കുഴപ്പമാണ്. നിങ്ങളും വഴി ചോദിക്കുമ്പോൾ അറിയാവുന്നവരോട് ചോദിക്കണം. ഇന്ന് പലരും വഴി അറിയാൻ വയ്യാത്തവരോട് ചോദിച്ച് തെറ്റായ വഴി പറഞ്ഞു കൊടുത്ത് ജീവിതത്തിൽ കറങ്ങി ആയുസിന്റെ നല്ലൊരു പങ്കും കളഞ്ഞു. ഇന്ന് പലരും വഴി അറിയാത്തവരോട് ചോദിച്ച് തെറ്റായ വഴി പറഞ്ഞു കൊടുത്ത് ജീവിതത്തിൽ കറങ്ങി ആയുസിന്റെ പകുതിയും നഷ്ടമായി പോയി. പിന്നെ ശരിയായ വഴി കണ്ടുപിടിച്ച് വന്നെത്തിയപ്പോ വയസ്സ് 58. വയസ്സ് 58. ഒരിക്കലും ഒരു വല്യപ്പച്ചൻ സാക്ഷി പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എനിക്ക് 2 വയസ്സ് പ്രായമേ ഉള്ളെന്ന്. ആദ്യം എനിക്ക് മനസ്സിലായില്ല. എനിക്കത് മനസ്സിലായില്ല. രക്ഷിക്കപ്പെട്ടിട്ട് 2 വർഷമേ ആയുള്ളൂ എന്നാ പറഞ്ഞതിന്റെ. താൻ രക്ഷിക്കപ്പെട്ടിട്ട് 2 വർഷമേ ആയുള്ളൂ എന്നാണ് പറഞ്ഞത്. 78 വർഷവും വഴി അറിയാൻ വയ്യാത്തവരോട് ചോദിച്ച് കറങ്ങി നടന്നു. 78 വർഷവും വഴി അറിയാൻ മേലാത്തവരോട് ചോദിച്ച് കറങ്ങി നടന്നു. അവരിട്ട് കറക്കിയെന്ന് അവര് പറഞ്ഞ്, അങ്ങനെ ചെയ്താ മതി, ഇങ്ങനെ ചെയ്താ മതി, കത്തിച്ചാ മതി, മെഴുകുതിരി കത്തിച്ചാ മതി, ഇങ്ങനെ വരച്ചാ മതി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അവര് പറഞ്ഞു, അങ്ങനെ ചെയ്താ മതി, ഇങ്ങനെ ചെയ്താ മതി, മെഴുകുതിരി കത്തിച്ചാ മതി, ഇങ്ങനെ വരച്ചാ മതി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതും വരച്ചും കത്തിച്ചും ഒക്കെ നടന്നു. 78 വർഷവും കിടന്ന് കറങ്ങി. അങ്ങനെ അത് വരച്ചും കത്തിച്ചും ഒക്കെ നടന്ന് 78 വർഷവും കിടന്ന് കറങ്ങി. അവസാനമാണ് കണ്ണു തുറന്നത്. അയ്യോ, ഞാൻ തെറ്റായ പാതയിലൂടെയാണല്ലോ നടക്കുന്നത്. കണ്ണു തുറന്നപ്പോൾ വളരെ സമയം കഴിഞ്ഞു പോയി. ഇവിടെ ഇരിക്കുന്നവര് കണ്ണു തുറന്നവരൊക്കെ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. നേരായ പാതയിൽ വന്നുചേരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് വഴി അറിയാവുന്നവരോട് ചോദിക്കണം, ഇല്ലേ ആയുസ് പോക്കാ കേട്ടോ. ഇല്ലെങ്കിൽ ആയുസ് പോക്കാ കേട്ടോ. സഹോദര സഹോദരി, പാടിയും പ്രാർത്ഥിച്ചും പുസ്തകം ചുമന്നുകൊണ്ട് കടഞ്ഞ ആയുസ് കളയല്ലേ. പ്രിയ സഹോദര സഹോദരി, പാടിയും പ്രാർത്ഥിച്ചും പുസ്തകവും ചുമന്നുകൊണ്ട് കടന്ന ആയുസ് കളയല്ലേ. ദൈവത്തിന് സ്തോത്രം. ശരിയായ പാത ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതുകൊണ്ട് വഴികാട്ടികളോട് ചോദിക്കണം. അറിയാൻ പാടില്ലാത്തവര് ചോദിച്ചുകൊണ്ട് ആയുസ് നഷ്ടപ്പെട്ടത് ഒരു ഭാഗം. ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയ വേറെ ചിലരുണ്ട്. മറ്റും പലരുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ വഴികളിൽ ചെന്ന് ചോദിക്കേണ്ടവരോട് ചോദിച്ച് നല്ല പാത ഏതെന്ന് ചോദിക്കണം. പഴയ പാതകളെ ചോദിക്കണം. ഇവിടെ ഒരു പദം പ്രത്യേകം പറയുന്നുണ്ട്. നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ ചോദിക്കണം. അപ്പൊ പുതിയ പാതയും ഉണ്ടെന്നാ അതിന്റെ അർത്ഥം. പുതിയ പാതയും ഉണ്ടെന്നാണ്. പുതിയതൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട്. പഴയതെല്ലാം മനുഷ്യർ മറക്കുകയാണ്. എന്നാൽ ഇവിടെ യഹോവയായ കർത്താവ് പറയുന്നു, പഴയ പാത ഏതെന്ന് ചോദിക്കണം. നമുക്കൊന്ന് താരതമ്യപ്പെടുത്താം, പഴയതേത് പുതിയതേത്. പഴയതേത് പുതിയതേത്. ദൈവത്തിന് സ്തോത്രം. പഴയ പാത
പഴയ പാത, ദൈവരാജ്യത്തിലേക്കുള്ള പാത, ദൈവരാജ്യത്തിലേക്കുള്ള പാത, ദൈവത്തിങ്കിലേക്കുള്ള പാത, ദൈവത്തിങ്കിലേക്കുള്ള പാത. അതെ, യേശുവാണ് ഒന്നാമത്തെ വഴി. ഒന്നാമത്തെ വഴി യേശുവാണ്. യേശു പറയുന്നു, ഞാൻ തന്നെ വഴി. യേശു പറയുന്നു, ഞാൻ തന്നെ വഴി. ഒരേ വഴി, ഒരേ വഴി, സത്യവഴി, സത്യവഴി, ജീവവഴി, ജീവവഴി, സ്വർഗത്തിലേക്കുള്ള വഴി, സ്വർഗത്തിലേക്കുള്ള വഴി, ദൈവത്തിങ്കലേക്കുള്ള വഴി, ദൈവത്തിങ്കിലേക്കുള്ള വഴി. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി വെട്ടിത്തുറന്ന വഴി. തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി വെട്ടി തുറന്ന വഴി. ഇപ്പൊ അതിന്റെ അടുത്തൂടെ വേറെ വഴികൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇപ്പൊ അതിന്റെ അടുത്തൂടെ വേറെ ഒത്തിരി വഴികളുണ്ട് കേട്ടോ. അടുത്ത് വേറെ വഴി അമ്മ, അടുത്ത് വേറൊരു വഴിയുണ്ട് അമ്മ, മറിയാമ്മ, മറിയാമ്മ. അതിലൂടെയും പോകാമെന്ന്. അതിലൂടെയും പോകാമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പുതിയ വഴി, അത് പഴയതല്ല, പുതിയതാ. തെറ്റിപ്പോകരുത് കേട്ടോ. അത് പഴയ വഴിയല്ല, പുതിയ വഴിയാ. തെറ്റിപ്പോകരുത് കേട്ടോ. ചിലടത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ത്രൂ മേരി ടു ഗോഡ്. ചിലടത്ത് എഴുതി വെച്ചിട്ടുണ്ട്, മറിയയിലൂടെ യേശുവിൽ, ദൈവത്തിലേക്ക്. ഇതിലേയും പോകാമെന്ന്, അമ്മയിലൂടെ, അമ്മയിലൂടെയും പോകാമെന്നാണ്. അത് പുതിയതാ കേട്ടോ, പഴയതല്ല. അത് പുതിയതാ, പഴയതല്ല കേട്ടോ. പഴയത് യേശു, പഴയത് യേശു. ശരിയായ പാത ഏതാ? ശരിയായ പാത ഏതാണ്? അവൻ തന്റെ ദേഹം എന്ന തിരശീല ചിന്തി ഒരു പുതുമാർഗം വെട്ടി തുറന്നിരിക്കും. അവൻ തന്റെ ദേഹം എന്ന തിരശീല ചിന്തി ഒരു പുതുമാർഗം വെട്ടി തുറന്നിരിക്കുക. അതുകൊണ്ട് യേശുവിന്റെ അമ്മയെ ഞാൻ ബഹുമാനിക്കുന്നില്ലെന്നല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും ഞാൻ ബഹുമാനിക്കും. അതുകൊണ്ട് യേശുവിന്റെ അമ്മയെ ഞാൻ ബഹുമാനിക്കുന്നില്ല എന്നല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും ഞാൻ ബഹുമാനിക്കും. എന്റെ അമ്മയെക്കാൾ യേശുവിന്റെ അമ്മയെ ഞാൻ ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. എന്റെ അമ്മയെക്കാൾ യേശുവിന്റെ അമ്മയെ ഞാൻ ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതിന്റെ കാരണം പലതുണ്ട്. അതിന്റെ കാരണം പലതുണ്ട്. സ്ത്രീകളിൽ നിന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തും, സ്ത്രീകളിൽ നിന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തും. പല കാര്യങ്ങൾ മറിയെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയും. മറിയെ കുറിച്ച് പല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ അപ്പോസ്തലന്മാർ പോയ കൂട്ടത്തിൽ ഈ നല്ല അമ്മയും പോയി. അതുകൊണ്ടാണ് എനിക്ക് ബഹുമാനം. എങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായി അപ്പോസ്തലന്മാരുടെ പോയ കൂട്ടത്തിൽ ഈ നല്ല അമ്മയും പോയി. 12 അപ്പോസ്തലന്മാർ ഉൾപ്പെടെ 120 പേർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അന്യഭാഷയിൽ സംസാരിക്കുമ്പം ഈ നല്ല അമ്മയും ആ കൂട്ടത്തിലുണ്ടായി. 12 അപ്പോസ്തലന്മാർ ഉൾപ്പെടെ 120 പേർ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഈ നല്ല അമ്മയും ആ കൂട്ടത്തിലുണ്ടായി. ദൈവത്തിന് വേറെയും ചില വഴികളുണ്ട്. വേറെയും ചില വഴികളുണ്ട്. സ്ലീഹന്മാരിലൂടെ ദൈവത്തിങ്കലേക്ക്, സ്ലീഹന്മാരിലൂടെ ദൈവത്തിങ്കലേക്ക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാത്രം നടന്ന് ആയുസ് കളയാതിരിപ്പാൻ, ശരിയായ പാത ഏതാണെന്ന് അറിയാതെ ചുറ്റിക്കറങ്ങി നടന്ന് ആയുസ് കളയാതിരിപ്പാൻ, ഏക വഴിയും സത്യവും ജീവനുമാകുന്ന യേശുവിങ്കലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഏക വഴിയും സത്യവും ജീവനുമാകുന്ന യേശുവിങ്കലേക്ക് തിരുവാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ജീവനുള്ള വഴി, ജീവനുള്ള വഴി, ദൈവത്തിങ്കലേക്കുള്ള വഴി, അതാണ് യേശു. ദൈവത്തിങ്കലേക്കുള്ള വഴി, അതാണ് യേശു. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതും അതാണ്. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതും അതാണ്. അപ്പോസ്തല പ്രവൃത്തി 4:12 പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 4:12 പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശുവെന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. പത്രോസ് അപ്പോസ്തലനും അതാ ചൂണ്ടിക്കാണിച്ചത്. പത്രോസ് അപ്പോസ്തലൻ അതാണ് ചൂണ്ടിക്കാണിച്ചത്. പൗലോസ് അപ്പോസ്തലനും അതാ ചൂണ്ടിക്കാണിച്ചത്. പൗലോസ് അപ്പോസ്തലൻ അതാണ് ചൂണ്ടിക്കാണിച്ചത്. ഞങ്ങൾ കേവലം വിരൽ ചൂണ്ടികൾ മാത്രമാണ്. ഞങ്ങൾ കേവലം വിരൽ ചൂണ്ടികൾ മാത്രമാണ്. തിരുവനന്തപുരത്തേക്ക് പോകുന്ന റോഡ് സൈഡിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു തിരുവനന്തപുരം, തിരുവനന്തപുരം എന്ന്. ആരോ മാർക്കറ്റിലാണ്. തിരുവനന്തപുരത്തേക്ക് പോകുന്ന റോഡ് സൈഡിലൊക്കെ ആരോ മാർക്കിട്ട് തിരുവനന്തപുരം എന്ന ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം എന്നിട്ട് ഒരു ആരോ മാർക്ക്, തിരുവനന്തപുരം എന്നിട്ട് ഒരു ആരോ മാർക്ക്. ഏതെങ്കിലും ഒരു മോഷൻ ഈ ബോർഡിന്റെ കീഴിൽ ചെന്നിരുന്നിട്ട് ഇതാ തിരുവനന്തപുരം എന്ന് പറഞ്ഞ, ഏതെങ്കിലും ഒരു ഭോഷൻ ഈ ബോർഡിന്റെ കീഴിൽ ചെന്നിരുന്നിട്ട് ഇതാണ് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ, ഇല്ല, ഇത് ചൂണ്ടുപലകയാ സ്നേഹിത. സ്നേഹിത, ഇല്ല, ഇത് ചൂണ്ടുപലകയാണ്. തിരുവനന്തപുരം കുറെ അപ്പുറത്ത് കിടക്കുന്നു. തിരുവനന്തപുരം കുറെ അപ്പുറത്ത് കിടക്കുന്നു. അവിടേക്ക് നയിക്കുന്ന ചൂണ്ടുപലകയാണിത്. അവിടേക്ക് നയിക്കുന്ന ചൂണ്ടുപലകയാണിത്. അപ്പോസ്തലന്മാരെല്ലാം കേവലം ചൂണ്ടുപലകകളായി. അപ്പോസ്തലന്മാരെല്ലാം കേവലം ചൂണ്ടുപലകകളാണ്. ഞങ്ങളും ചൂണ്ടുപലകകളാണ്. ഞങ്ങളും ചൂണ്ടുപലകകളാണ്. ഞങ്ങൾ വിരൽ ചൂണ്ടികളാണ്. ഞങ്ങൾ വിരൽ ചൂണ്ടികളാണ്. യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. രക്ഷിതാവായ യേശുവിനെ, രക്ഷിതാവായ യേശുവിനെ, സൗഖ്യദായകനായ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. അതാണ് ഞങ്ങളുടെ ശുശ്രൂഷ. അതാണ് ഞങ്ങളുടെ ശുശ്രൂഷ. കേവലം വിരൽ ചൂണ്ടികൾ. ഞങ്ങൾ കേവലം വിരൽ ചൂണ്ടികൾ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ശരിയായ പാത ഏതാണ്? ശരിയായ പാത ഏതാണ്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അടുത്ത പഴയ പാത, അടുത്ത പഴയ പാത, യേശുവിങ്കലേക്ക് കടന്നു വന്ന് മാനസാന്തരപ്പെടണം. യേശുവിങ്കലേക്ക് കടന്നു വന്ന് മാനസാന്തരപ്പെടണം. മാനസാന്തരം ഒരു പുതിയ ഉപദേശമല്ല.
മാനസാന്തരം ഒരു പുതിയ ഉപദേശമല്ല. യോഹന്നാൻ സ്നാപകൻ മാനസാന്തരത്തിന്റെ ഉപദേശവുമായി ലോകത്തിലേക്ക് വന്നു. യോഹന്നാൻ സ്നാപകൻ മാനസാന്തരത്തിന്റെ ഉപദേശവുമായി ലോകത്തിലേക്ക് വന്നു. തന്റെ പ്രസംഗം ശക്തമായിരുന്നു. തന്റെ പ്രസംഗം ശക്തമായിരുന്നു. പാപങ്ങൾ വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്ന ദൈവത്തിങ്കലേക്ക് വരുവേ. പാപങ്ങൾ വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്ന ദൈവത്തിങ്കലേക്ക് വരുവേ. യേശു അത് തന്നെ പ്രസംഗിച്ചു, മാനസാന്തരപ്പെട്ടു. യേശു അത് തന്നെ പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവീൻ. അപ്പോസ്തലന്മാരും അത് തന്നെ പ്രസംഗിച്ചു. അപ്പോസ്തലന്മാരും അത് തന്നെ പ്രസംഗിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയോടും പറയുന്നു, മാനസാന്തരപ്പെടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയോടും പറയുന്നു, മാനസാന്തരപ്പെടുവീൻ. മാനസാന്തരം എന്നുള്ളത് ഒരു പഴയ പാതയാണ്. മാനസാന്തരം എന്നുള്ളത് ഒരു പഴയ പാതയാണ്. അതിനെ മനം തിരിയുക എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം മനം തിരിയുക എന്നാണ്. മനപരിവർത്തനം. മനപരിവർത്തനം. ഇന്ന് ലോകത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ ഒരു വിവാദ വിഷയമായിരിക്കുന്നത് മതപരിവർത്തനം എന്നുള്ളത്. ഇന്ന് ലോകത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ ഒരു വിവാദ വിഷയമായി തീർന്നിരിക്കുന്ന ഒന്നാണ് മതപരിവർത്തനം എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളും അതിനെ ശക്തമായി എതിർക്കുന്ന കൂട്ടത്തിലാണ്. പാടില്ല. ഞങ്ങളും അതിനെ ശക്തമായി എതിർക്കുന്ന കൂട്ടത്തിലാണ്. പാടില്ല. മതപരിവർത്തനമേ പാടില്ല. മതപരിവർത്തനമേ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആ മതത്തിൽ നിന്ന് ഈ മതത്തിലേക്ക് മാറി, ആ മതത്തിലായിരിക്കുമ്പോഴും കള്ളു കുടിക്കും, ഇവിടെ വന്നപ്പോഴും കള്ളു കുടിക്കും. എന്തോ ഗുണം? ആ മതത്തിൽ നിന്ന് ഈ മതത്തിലേക്ക് മാറി, ആ മതത്തിലായിരിക്കുമ്പോഴും കള്ളു കുടിക്കും, ഈ മതത്തിലായിരിക്കുമ്പോഴും കള്ളു കുടിക്കും. എന്താണ് പ്രയോജനം? അതല്ല മനപരിവർത്തനം. അതല്ല മനപരിവർത്തനം. മനുഷ്യൻ പാപം വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് വരണം. മനുഷ്യൻ പാപം വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് വരണം. സകല ജാതി മതസ്ഥരോടും ഞങ്ങൾക്ക് അറിയിക്കുവാനുള്ള ദൈവത്തിന്റെ ആലോചനയാണത്. സകല ജാതി മതസ്ഥരോടും ഞങ്ങൾക്ക് അറിയിക്കുവാനുള്ള ദൈവത്തിന്റെ ആലോചന. ഒരു മതവും മനുഷ്യനെ രക്ഷപ്പെടുത്തുകയില്ല. ഒരു മതവും മനുഷ്യനെ രക്ഷപ്പെടുത്തുകയില്ല. മതം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ എന്താ? മതം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? അഭിപ്രായം. അഭിപ്രായം. ഓരോരുത്തർക്ക് അവരവർക്ക് കിട്ടിയ അഭിപ്രായത്തിനൊത്തവണ്ണം സംഘടന ഉണ്ടാക്കുക. ഓരോരുത്തർക്കും അവരവർക്ക് കിട്ടിയ അഭിപ്രായത്തിനൊത്തവണ്ണം സംഘടനകൾ ഉണ്ടാക്കുക. പക്ഷേ മാനസാന്തരം അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. പക്ഷേ മാനസാന്തരം അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. മനുഷ്യൻ പാപം വിട്ടു തിരിയണം. മനുഷ്യൻ പാപം വിട്ടു തിരിയണം. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. എന്നാൽ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. എന്നാൽ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. പാപങ്ങളെ ഏറ്റുപറയണം, ഉപേക്ഷിക്കണം. പാപങ്ങളെ ഏറ്റുപറയണം, ഉപേക്ഷിക്കണം. ഏറ്റുപറയാൻ പലർക്കും ഉത്സാഹമുണ്ട്, ഉപേക്ഷിക്കുന്ന കാര്യ ബുദ്ധിമുട്ട്. ഏറ്റുപറയാൻ പലർക്കും ഉത്സാഹമാണ്, പക്ഷെ ഉപേക്ഷിക്കുന്ന കാര്യമാണ് ബുദ്ധിമുട്ട്. 6 ദിവസവും പാപം ചെയ്തു കൂട്ടും. 6 ദിവസവും പാപം ചെയ്തു കൂട്ടും. 7-ാം ദിവസം പോയി ഏറ്റുപറയും. 7-ാം ദിവസം പോയി ഏറ്റുപറയും. ഏറ്റുപറയാൻ പോകുമ്പോഴും ഒന്ന് വലിച്ചോണ്ടാ പോകുന്നത്. ഏറ്റുപറയാൻ പോകുമ്പോഴും ഒന്ന് വലിച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നെ ഒരു ഗുണം ചെയ്യും, മുറ്റത്ത് ചെല്ലുമ്പോൾ കളഞ്ഞേച്ചാക്ക്. പിന്നെ ഒരു ഗുണം ചെയ്യും, മുറ്റത്ത് ചെല്ലുമ്പോൾ കളഞ്ഞിട്ടാണ് അങ്ങോട്ട് കയറുന്നത്. അകത്ത് ദൈവം തമ്പുരാ ഇരിപ്പുണ്ടെന്നാ ചിന്ത. അകത്ത് ദൈവം തമ്പുരാൻ ഇരിപ്പുണ്ടെന്നാണ് ചിന്ത. പുള്ളിയുടെ മുഖത്തോട്ട് ഇത് അടിക്കണ്ടെന്നുള്ള ചിന്തയിലാ ഇവിടെ കളഞ്ഞേച്ച് അങ്ങോട്ട്. പുള്ളിയുടെ മുഖത്തോട്ട് പുക അടിക്കണ്ട എന്നുള്ള ചിന്താഗതിയില്ല മുറ്റത്ത് കളഞ്ഞിട്ട് അങ്ങോട്ട് കയറുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം അവിടെ ഇല്ല എന്നുള്ളത് സത്യമാണ്. ദൈവം അവിടെ ഇല്ല എന്നുള്ളത് സത്യമാണ്. അത് വസിക്കുന്നുമില്ല. ദൈവം അവിടെ വസിക്കുന്നതുമില്ല. ദൈവം വസിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിലാണ്. ദൈവം വസിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലാണ്. 2-3 പേർ യേശുവിന്റെ നാമത്തിൽ എവിടെ കൂടുന്നു അവരുടെ മധ്യത്തിൽ 2-3 പേർ യേശുവിന്റെ നാമത്തിൽ എവിടെ കൂടുന്നുവോ അവരുടെ മധ്യത്തിൽ ദൈവം ഇറങ്ങി വരും. ഞായറാഴ്ച പോയി ഏറ്റുപറയുന്നു. ഞായറാഴ്ച പോയി ഏറ്റുപറയുന്നു. തിങ്കളാഴ്ച പിന്നെയും പാപം ചെയ്യാൻ ഇറങ്ങുന്നു. തിങ്കളാഴ്ച വീണ്ടും പാപം ചെയ്യുവാൻ ഇറങ്ങുന്നു. അടുത്ത ഞായറാഴ്ച പിന്നെയും പോയി ഏറ്റുപറയുന്നു. അടുത്ത ഞായറാഴ്ച വീണ്ടും പോയി ഏറ്റുപറയുന്നു. മരിക്കുന്ന സമയത്തും ഇങ്ങനൊരു പ്രാർത്ഥന. മരിക്കുന്ന സമയത്തും ഇങ്ങനെ ഒരു പ്രാർത്ഥന. പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. എന്താ അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? ഊർത്തശ്വാസം വലിക്കുമ്പോഴും ഞാൻ പാപിയാണെന്നാ, ഇതുവരെയും വിടുതൽ ഉണ്ടായില്ലെന്നാ. ഇപ്പൊ അന്ത്യശ്വാസം വലിക്കുമ്പോഴും ഞാൻ പാപിയാണെന്നാണ്, ഇതുവരെയും വിടുതൽ ഉണ്ടായില്ല എന്നാണ്. ഇനി ഒന്നുകൂടെ തലപൊക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഒരു പാപം കൂടെ ചെയ്യാൻ ഞാൻ റെഡി എന്നാണ്. ഇനി ഒന്നുകൂടെ തലപൊക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഒരു പാപം കൂടെ ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ പ്രമാണം അതല്ല. ദൈവത്തിന്റെ പ്രമാണം അതല്ല. പാപം വിട്ടു തിരിയണം മനുഷ്യൻ. മനുഷ്യൻ പാപം വിട്ടു തിരിയണം, ഉപേക്ഷിക്കണം. ജീവനുള്ള ദൈവത്തിങ്കലേക്ക് കടന്നു വരണം. ജീവനുള്ള ദൈവത്തിങ്കലേക്ക് കടന്നു വരണം. അതാണ് പഴയ പാത. അതാണ് പഴയ പാത. പക്ഷെ പുതിയ പാത എന്തോ പറയുന്നു? പക്ഷേ പുതിയ പാത എന്ത് പറയുന്നു? അങ്ങനൊന്നും എളുപ്പമല്ലെന്നേ. അതങ്ങനൊന്നും എളുപ്പമല്ലെന്നേ. മനുഷ്യനല്ലേ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്. ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്. അല്പസ്വല്പമൊക്കെ ചെയ്യാതെ എങ്ങനെയാ ജീവിക്കുന്നത്? അല്പസ്വല്പമൊക്കെ ചെയ്യാതെ എങ്ങനെയാ ജീവിക്കുന്നത്? ഞാൻ ഒരിക്കലും സ്വമേധാവേലയ്ക്ക് പോയപ്പോഴേ ഒരു ക്രിസ്തീയ ഭവനത്തിൽ വിസിറ്റിങ്ങിനായിട്ട് ചെന്നു. ഒരിക്കൽ ഞാനൊരു സ്വമേധാവേലയ്ക്കായി പോയപ്പോൾ ഒരു ക്രിസ്തീയ ഭവനത്തിൽ ഭവന സന്ദർശനത്തിനായി ചെന്നു. കുറെ വർഷങ്ങൾക്ക് മുൻപാണ്. 80 വയസ്സോട് അടുക്കുന്ന ഒരു അപ്പച്ചനുണ്ടായിരുന്നു. അവിടെ 80 വയസ്സോട് അടുക്കുന്ന ഒരു അപ്പച്ചനുണ്ടായിരുന്നു. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചൻ മാനസാന്തരപ്പെടണം, ഇല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയും. ഞാൻ പറഞ്ഞു, അപ്പച്ച മാനസാന്തരപ്പെടണം, ഇല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല. അപ്പച്ചനെ കേട്ടപ്പോൾ മനസ്സിലായി.
അപ്പച്ചനത് കേട്ടപ്പോഴേ മനസ്സിലായി. ഉടനെ മറുപടി പറഞ്ഞു. താൻ ഉടനെ മറുപടി പറഞ്ഞു, ഉപദേശി ലോകത്തിലല്ലേ ജീവിക്കുന്ന, നടക്കുമ്പോ കാലെ പൊടിയൊക്കെ പറ്റുകയല്ലേ. ഉപദേശി ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്, നടക്കുമ്പോൾ കാലെ പൊടിയൊക്കെ പറ്റുമെന്നിരിക്കും. എനിക്ക് കാര്യം മനസ്സിലായി, 80 വയസ്സിലും പുള്ളിയുടെ കാലെ പറ്റുന്നുണ്ടെന്നാ. എനിക്ക് കാര്യം മനസ്സിലായി, 80 വയസ്സിലും പുള്ളിയുടെ കാലെ പൊടി പറ്റുന്നുണ്ടെന്നാണ്. ഇവിടെ നടക്കുമ്പോ ഇതൊക്കെ പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കാൻ കഴിയില്ലെന്നാണ് താൻ സമർത്ഥിക്കുന്നത്. പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കുവാൻ കഴിയില്ല എന്നാണ് താൻ സമർത്ഥിക്കുന്നത്. പിന്നെ ചാകാൻ നേരം ചെയ്യേണ്ട കടപ്പാടുകളൊക്കെ അങ്ങ് ചെയ്തേക്കാമെങ്കിൽ കുഴപ്പമില്ല, അങ്ങ് പോകാം. പിന്നെ ചാകാൻ നേരം ചെയ്യേണ്ട കടപ്പാടുകളൊക്കെ അങ്ങ് ചെയ്തേക്കാമെങ്കിൽ കുഴപ്പമില്ല, അങ്ങ് മേലോട്ട് പോകാം. ചത്തു കഴിഞ്ഞിട്ടും ചെയ്യേണ്ടത് തടസ്സം കൂടാ ചെയ്താൽ അങ്ങ് പോകാം. ചത്തു കഴിഞ്ഞിട്ടും ചെയ്യേണ്ടത് തടസ്സം കൂടാതെ ചെയ്താൽ അങ്ങ് പോകാവുന്ന. ഇതൊക്കെ പുതിയ വഴിയാ, പഴയതല്ല കേട്ടോ. ഇത് പുതിയ വഴിയാണ്, ഇതൊക്കെ പുതിയ വഴിയാണ്, പഴയതല്ല കേട്ടോ. പഴയത് പാപങ്ങളെ വിട്ട് മാനസാന്തരപ്പെടുക. പഴയത് പാപങ്ങളെ വിട്ട് മാനസാന്തരപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പാപങ്ങൾ വിട്ട് തിരിയണം, ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വരണം. പാപങ്ങൾ വിട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വരണം. ഇനിയും പാതകളെ നമുക്കൊന്ന് വിലയിരുത്താം. ഇനിയും പാതകളെ നമുക്കൊന്ന് വിലയിരുത്താം. പഴയ പാതയേത്, പുതിയ പാതയേത്? പഴയ പാതയേത്, പുതിയ പാതയേത്? വിശ്വാസ സ്നാനം അത് പഴയ പാതയാണ്. വിശ്വാസ സ്നാനം അത് പഴയ പാതയാണ്. ശിശു സ്നാനം പുതിയ വഴിയാണ്. ശിശു സ്നാനം അത് പുതിയ വഴിയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ സ്നാനത്തെ കുറിച്ച് നിഴലായും പൊരുളായും പഠിക്കുക. ദൈവവചനത്തിൽ സ്നാനത്തെ കുറിച്ച് നിഴലായും പൊരുളായും പഠിക്കുക. പഴയ നിയമത്തിൽ നിഴലായി പല സത്യങ്ങൾ കാണാൻ കഴിയും. പഴയ നിയമത്തിൽ നിഴലായ ചില സത്യങ്ങൾ കാണുവാൻ കഴിയും. ഒന്ന് നോഹയുടെ പെട്ടകം. ഒന്ന് നോഹയുടെ പെട്ടകം. അത് സ്നാനത്തിന് മുൻകുറിയാണ്. അത് സ്നാനത്തിന് മുൻകുറിയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വിശ്വസിച്ചവർ വാതിലിലൂടെ പെട്ടകത്തിനകത്ത് കടന്നു. വിശ്വസിച്ചവർ വാതിലിലൂടെ പെട്ടകത്തിനകത്ത് കടന്നു. അകത്ത് കടന്നവർ വിശ്വസിച്ചവരാണ്. അകത്ത് കടന്നവർ വിശ്വസിച്ചവരാണ്. വാതിലിലൂടെ, ഏകവാതിലൂടെ അകത്ത് പ്രവേശിച്ചവരാണ്. ഏകവാതിലിലൂടെ അകത്ത് പ്രവേശിച്ചവരാണ്. ചെങ്കടൽ സ്നാനത്തിനൊരു നിഴലാണ്. ചെങ്കടൽ സ്നാനത്തിനൊരു നിഴലാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ ചെങ്കടൽ കടന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ ചെങ്കടൽ കടന്നു. ഇനി സമാഗമന കൂടാരത്തിലിരിക്കുന്ന താമ്രത്തൊട്ടി അത് സ്നാനത്തിന് നിഴലാണ്. സമാഗമന കൂടാരത്തിലിരിക്കുന്ന താമ്രത്തൊട്ടി അത് സ്നാനത്തിന് നിഴലാണ്. സമാഗമന കൂടാരത്തിന്റെ ഏകവാതിൽക്കൽ വന്ന്, സമാഗമന കൂടാരത്തിന്റെ ഏകവാതിൽക്കൽ വന്ന് വാതിലൂടെ അകത്ത് പ്രവേശിച്ച്, വാതിലൂടെ അകത്ത് പ്രവേശിച്ച് യാഗപീഠത്തിങ്കൽ യാഗമർപ്പിച്ചവനാണ് പിച്ചളത്തൊട്ടിയിൽ കഴുകൽ. യാഗപീഠത്തിങ്കൽ യാഗമർപ്പിച്ചവനാണ് പിച്ചളത്തൊട്ടിയിൽ കഴുകൽ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഏകവാതിലൂടെ കടക്കുക എന്ന് പറയുന്ന ക്രിസ്തുവിലൂടെ പ്രവേശിക്കുന്നതിനെ, ഏകവാതിലൂടെ കടക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ പ്രവേശിക്കുന്നതിനെ കാണിക്കുക. യാഗപീഠത്തിങ്കൽ യാഗമർപ്പിക്കുക ശരീരാത്മദേഹികളെ പ്രതിഷ്ഠിക്കുന്നതിനെ കാണിക്കുക. യാഗപീഠത്തിങ്കൽ യാഗമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരീരാത്മദേഹികളെ പ്രതിഷ്ഠിക്കുന്നതിനെ കാണിക്കുക. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ സ്നാപകൻ എന്ത് പ്രസംഗിക്കുന്നു? യോഹന്നാൻ സ്നാപകൻ എന്ത് പ്രസംഗിക്കുന്നു? പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടണം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടണം. പാപങ്ങളെ ഏറ്റുപറഞ്ഞവർക്ക് യോഹന്നാൻ സ്നാനം കൊടുത്തു. പാപങ്ങൾ ഏറ്റുപറഞ്ഞവർക്ക് യോഹന്നാൻ സ്നാനം കൊടുത്തു. യേശുവും അങ്ങനെ തന്നെ ചെയ്തു. യേശുവും അങ്ങനെ തന്നെ ചെയ്തു. അപ്പോസ്തലന്മാരും അങ്ങനെ തന്നെ ചെയ്തു. അപ്പോസ്തലന്മാരും അങ്ങനെ തന്നെ ചെയ്തു. അങ്ങനെ തന്നെ അവർ ഉപദേശിച്ചു. അങ്ങനെ തന്നെ അവർ ഉപദേശിച്ചു. ഇതാണ് പഴയ പാത. ഇതാണ് പഴയ പാത. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ പുതിയ പാത 3-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതാ. പുതിയ പാത എന്നാൽ 3-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവർത്തികൾ. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവർത്തികൾ. അപ്പോസ്തല പ്രവർത്തികൾ ആരംഭം തൊട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോസ്തല പ്രവർത്തികൾ ആരംഭം തൊട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. എവിടെങ്കിലും ഒരു ശിശുവിന് സ്നാനം കൊടുത്തതായി ഒരു മുറിവാക്യം പോലും ഇല്ല. എവിടെങ്കിലും ഒരു ശിശുവിന് സ്നാനം കൊടുത്തതായി ഒരു മുറിവാക്യം പോലും ഇല്ല. മുഴുവൻ പറഞ്ഞിരിക്കുന്ന വിശ്വസിച്ചവർക്ക് സ്നാനം നൽകിയെന്ന്. മുഴുവൻ പറഞ്ഞിരിക്കുന്നത് വിശ്വസിച്ചവർക്ക് സ്നാനം കൊടുത്തു എന്നാണ്. അതാണ് പഴയ പാത. അതാണ് പഴയ പാത. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പുതിയ പാത എന്ന് പറയുന്നു. എന്നാൽ പുതിയ പാത എന്ന് പറയുന്നു ദൈവവചനത്തിന് വിരുദ്ധമായി, ദൈവവചനത്തിന് വിരുദ്ധമായി രക്ഷിക്കപ്പെടാത്തവർക്ക്, വിശ്വസിക്കുവാൻ പ്രാപ്തിയില്ലാത്തവർ മുഴുകൽ സ്നാനം എന്നുള്ള പഴയ പാതയെ വിട്ടുകളഞ്ഞിട്ട് തളിപ്പ് സ്നാനം എന്ന പുതിയ പാത, തളിപ്പ് സ്നാനം എന്ന പുതിയ പാത. അതുകൊണ്ട് എന്താ കുഴപ്പം? ആത്മാവിന് വിശ്രാമമില്ല. അതുകൊണ്ട് എന്താണ് കുഴപ്പം? ആത്മാവിന് വിശ്രാമമില്ല. പലരും രക്ഷിക്കപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ശരിയാ. പലരും രക്ഷിക്കപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ശരിയാണ്. സ്വീകരിച്ച സ്നാനം ശരിയല്ല. സ്വീകരിച്ച സ്നാനം ശരിയല്ല. വചനപ്രകാരമുള്ളതല്ല. അതുകൊണ്ട് ആത്മാവിൽ ഒരു തൃപ്തിയില്ലായ്മ. പോരാന്നൊരു ചിന്താഗതി. പോരാ എന്നുള്ള ചിന്താഗതി. ഇനി ഏതോ ചിലത് കൂടെ ഉണ്ടെന്ന് ഒരാഗ്രഹം. ഇനിയും ഏതോ ചിലതൊക്കെ കൂടെ ഉണ്ട് എന്നൊരാഗ്രഹം. ദൈവത്തിന് സ്തോത്രം. ശരിയായ ക്രിസ്തീയ ജീവിതത്തിന്റെ വിശ്രാമം അനുഭവിപ്പാൻ കഴിയാതെ പോകുന്നു. ശരിയായ ക്രിസ്തീയ ജീവിതത്തിന്റെ വിശ്രാമം അനുഭവിപ്പാൻ കഴിയാതെ പോകുന്നു. ഇനി മൂന്നാമത്തെ പാത പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പാതകളൊക്കെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയാണ്.
ഈ പാതകളൊക്കെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴിയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. മാനസാന്തരം, വിശ്വാസ സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം. പരിശുദ്ധാത്മാഭിഷേകം. രണ്ടായി തിരിക്കാം, പഴയതും പുതിയതും. അതിനെയും രണ്ടായി തിരിക്കാം, പഴയതും പുതിയതും. പഴയതെന്ത് പറയുന്നു? ഒന്നാം നൂറ്റാണ്ടിലേത്. പഴയത് ഒന്നാം നൂറ്റാണ്ടിലേത് എന്ന് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം പഠിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം പഠിക്കുമ്പോൾ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു മുഴക്കം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു മുഴക്കം. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ഓരോരുത്തരുടെയും മേൽ പതിഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അതായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ അനുഭവം. അതായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ അനുഭവം. 12 അപ്പോസ്തലന്മാരും ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. 12 അപ്പോസ്തലന്മാരും ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. യേശുവിന്റെ അമ്മ മറിയയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ മറിയയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. 120 പേർ അടങ്ങുന്ന ഒരു സംഘം. 120 പേർ അടങ്ങുന്ന ഒരു സംഘം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടുകയാണ്. ദൈവരാജ്യം അവരുടെ ഉള്ളിലേക്ക് വന്നു. ദൈവരാജ്യം അവരുടെ ഉള്ളിലേക്ക് വന്നു. അത് നീതിയും സമാധാനവും സന്തോഷവുമായി അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്. അത് നീതിയും സമാധാനവും സന്തോഷവുമായി അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്. 120 പേരും ദൈവരാജ്യത്തിന് ഉള്ളിലായി തീർന്നു. 120 പേരും ദൈവരാജ്യത്തിന് ഉള്ളിലായി തീർന്നു. പരിശുദ്ധാത്മാവ് അവരുടെ നാവിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. പരിശുദ്ധാത്മാവ് അവരുടെ നാവിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അതുവരെയും സംസാരിക്കാത്ത പുതുഭാഷ സംസാരിപ്പാൻ തുടങ്ങി. അതുവരെയും സംസാരിക്കാത്ത പുതുഭാഷ സംസാരിപ്പാൻ തുടങ്ങി. 120 പേർ ആത്മാവിൽ ആരാധിച്ച ശബ്ദം യെരൂശലേം ദേവാലയം വരെ എത്തി. 120 പേർ ആത്മാവിൽ സന്തോഷിച്ച ശബ്ദം യെരൂശലേം ദേവാലയം വരെ എത്തി. മർക്കോസിന്റെ മാളികയിൽ ഇരുന്നാണ് ഇവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടത്. മർക്കോസിന്റെ മാളികയിൽ ഇരുന്നാണ് ഇവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടത്. ഏറെക്കുറെ 2 മൈൽ ദൂരത്തിലുള്ള യെരൂശലേം ദേവാലയം വരെ ഈ ശബ്ദം പോയി. ഏറെക്കുറെ 2 കിലോമീറ്റർ ദൂരമുള്ളതായ യെരൂശലേം 2 മൈൽ ദൂരമുള്ള യെരൂശലേം ദേവാലയത്തിൽ വരെ ഈ ശബ്ദം പോയി. അവിടെ കൂടിയിരുന്ന് പെന്തിക്കോസ് പെരുന്നാൾ ആചരിച്ച ജനാവലി ഇവിടെ വന്നു ചേരുകയാണ്. അവിടെ കൂടിയിരുന്ന പെന്തിക്കോസ് പെരുന്നാൾ ആചരിച്ച ജനാവലി ഇവിടെ വന്നു ചേരുകയാണ്. ഇത് കണ്ടിട്ട് അവർ ചോദിക്കുന്നു, ഞങ്ങളും ഇത് പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നു, എന്ത് ചെയ്യണം? ഇത് കണ്ടിട്ട് അവർ ചോദിക്കുന്നു, ഞങ്ങളും ഇത് പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നു, എന്ത് ചെയ്യണം? ഇതാണ് 1-ാം നൂറ്റാണ്ടിലെ അനുഭവം. ഇതാണ് 1-ാം നൂറ്റാണ്ടിലെ അനുഭവം. നിങ്ങളുടെ ബൈബിളിലും ഈ സത്യമുണ്ട് പ്രിയമുള്ളവരെ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ബൈബിളിലും ഈ സത്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിച്ചു നോക്കിയാൽ മതി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിച്ചു നോക്കിയാൽ മതി. 1-ാം നൂറ്റാണ്ടിൽ സഭയുടെ ഉത്ഭവ ദിവസത്തിലുണ്ടായ അനുഭവം. 1-ാം നൂറ്റാണ്ടിൽ സഭയുടെ ഉത്ഭവ ദിവസത്തിലുണ്ടായ അനുഭവം. യേശുക്രിസ്തു പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം പിതാവിനോട് വാങ്ങി ഭൂമിയിലേക്ക് അയച്ച നാളിലുണ്ടായ അനുഭവം. യേശുക്രിസ്തു പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം പിതാവിനോട് വാങ്ങി ഭൂമിയിലേക്ക് അയച്ച നാളിലുണ്ടായ സംഭവം. അതാണ് പഴയ പാത, പഴയ അനുഭവം എന്ന് പറയുന്നത്. അതാണ് പഴയ പാത അഥവാ പഴയ അനുഭവം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നിറവും ഒക്കെ കുറഞ്ഞിപ്പോ അത് കുപ്പിയിലായിരിക്കുക. എന്നാൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഉണർവൊക്കെ കുറഞ്ഞപ്പോൾ അത് കുപ്പിയിലായിരിക്കുക. പരിശുദ്ധാത്മാവിനെ കുപ്പിയിലാക്കിയെന്ന്, പരിശുദ്ധാത്മാവിനെ കുപ്പിയിലാക്കിയെന്ന് എല്ലാം ഇച്ചിരി നെറ്റിയിലോട്ട് തേച്ചാൽ മതി. അല്പം നെറ്റിയിലോട്ട് തേച്ചാൽ മതി. നിങ്ങൾ പ്രാപിച്ചു, നിങ്ങളും പ്രാപിച്ചു. ഇനി പ്രാപിച്ചു എന്ന് പറഞ്ഞ് നടന്നോളാം. ഇനി പ്രാപിച്ചു എന്ന് പറഞ്ഞ് നടന്നുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. അതല്ല സത്യം, അതല്ല സത്യം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആത്മാവിൽ വിശ്രാമമില്ല. ആത്മാവിൽ വിശ്രാമമില്ല. ആരാധനയുണ്ട്, ബൈബിൾ വായനയുണ്ട്, പക്ഷേ ആത്മാവിൽ സ്വസ്ഥതയില്ല. ആരാധനയുണ്ട്, ബൈബിൾ വായനയുണ്ട്, പക്ഷേ ആത്മാവിൽ സ്വസ്ഥതയില്ല. സത്യപാത അറിയാഞ്ഞത് കൊണ്ടാണ് ഈ സ്വസ്ഥത ഇല്ലാതെ പോകുന്നത്. സത്യപാത അറിയാഞ്ഞത് കൊണ്ടാണ് ഈ സ്വസ്ഥത ഇല്ലാതെ പോകുന്നത്. യെശയ്യാപ്രവചനം 28:11 വായിക്കുന്നു. യെശയ്യാപ്രവചനം 28:11 വായിക്കുന്നു. അതേ വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും, അതേ വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത, ഇതാകുന്നു സ്വസ്ഥത, ഇതാകുന്നു വിശ്രാമം, ഇതാകുന്നു വിശ്രാമം. ബാക്കിയൊന്ന് വായിച്ചേ. അതേ വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പീൻ. ഇതാകുന്നു വിശ്രാമം എന്ന് അവൻ അവരോട് അരുളി ചെയ്തു. എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സില്ല. എങ്കിലും കേൾപ്പാൻ ഇത് കേൾക്കാൻ മനസ്സില്ല. എങ്കിലും കേൾപ്പാൻ ഇത് കേൾക്കാൻ അവർക്ക് മനസ്സില്ല. കേൾപ്പാൻ അവർക്ക് മനസ്സില്ല. കേൾപ്പാൻ അവർക്ക് മനസ്സില്ല. ഇവിടെ യിരെമ്യാ 6:16 യഹോവ പറയുകയാണ്. ഇവിടെ യിരെമ്യാ 6:16 യഹോവ പറയുകയാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്തിട്ട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്തു. വാക്യം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ ആ വാക്യം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അവരോ ഞങ്ങൾ അതിൽ നടക്കയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൽ നടക്കയില്ല എന്ന് പറഞ്ഞു. ദൈവം തമ്പുരാനെ, നീ എത്ര പറഞ്ഞാലും ഞങ്ങൾ ഈ പറയുന്ന പോലൊന്നും നടക്കാൻ പോകുന്നില്ലെന്നാ. ദൈവം തമ്പുരാനെ, നീ എത്ര പറഞ്ഞാലും ഞങ്ങൾ ഈ പറയുന്ന പോലൊന്നും നടക്കില്ല എന്നാ. നിങ്ങൾ എത്ര ഇനി പറഞ്ഞാലും
നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ഞങ്ങൾ നടക്കാം. ഉപദേശി, നിങ്ങൾ ഇനി എത്ര പറഞ്ഞാലും നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ നടക്കാൻ പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ഓർക്കുന്ന ഒരു വീട്ടിൽ സ്നാനത്തെ കുറിച്ച് സംസാരിക്കും. ഞാനൊരു വീട്ടിൽ സ്നാനത്തെ കുറിച്ച് സംസാരിക്കുന്നു ഇപ്പോഴും ഓർക്കുന്നു. വേദപുസ്തകത്തിൽ തെളിവ് സഹിതം എടുത്തങ്ങോട്ട് പറയുക. വേദപുസ്തകത്തിലെ തെളിവ് സഹിതം എടുത്തങ്ങോട്ട് പറയുക. മറുപടി പറയാതെ എന്ന് കേട്ടോണ്ടിരിക്കും. മറുപടി പറയാതെ എന്ന് കേട്ടോണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു ആളിപ്പോ ഇന്ന് തന്നെ മുങ്ങിയത് തന്നെ. ഞാൻ വിചാരിച്ചു ആൾ ഇന്ന് തന്നെ മുങ്ങിയത് തന്നെ. എല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു ഞങ്ങൾക്ക് ബുധനാഴ്ച ബൈബിൾ സ്റ്റഡി കൊണ്ട് വരണം. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ബുധനാഴ്ച ബൈബിൾ സ്റ്റഡി ഉണ്ട് വരണം. ഉപദേശിച്ച് നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ മുങ്ങാനൊന്നും പോകുന്നില്ല, പെന്തിക്കോസിൽ ചേരാനും പോകുന്നില്ല. ഉപദേശി, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ മുങ്ങാനും പോകുന്നില്ല, പെന്തക്കോസിൽ ചേരാനും പോകുന്നില്ല. അവരോ ഞങ്ങളതിൽ നടക്കയില്ല എന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ എന്റെ ശബ്ദം കേൾക്കുന്നവർ എന്തോ പറയാൻ പോകുന്നു എനിക്കറിഞ്ഞു. ഇന്ന് രാത്രിയിൽ എന്റെ ശബ്ദം കേൾക്കുന്നവർ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. നടക്കയില്ലെന്ന് പറയുമോ അതോ ഈ പഴയ പാതയിൽ നടക്കുമെന്ന് പറയുമോ? നടക്കില്ല എന്ന് പറയുമോ അതോ ഈ പഴയ പാതയിൽ നടക്കുമെന്ന് പറയുമോ? ദൈവത്തിന്റെ സ്തോത്രം. പഴയ പാത ഒന്നാം നൂറ്റാണ്ടിലെ അനുഭവം. പഴയ പാത ഒന്നാം നൂറ്റാണ്ടിലെ അനുഭവം. ദൈവസഭയുടെ ആരംഭ നാളുകളിലുള്ള അനുഭവം. ദൈവസഭയുടെ ആരംഭ നാളുകളിലുള്ള അനുഭവം. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ചില വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ലായിൽ നമ്മുടെ ഹാളിന്റെ മുൻവശത്ത് ഞാൻ നിൽക്കുകയായിരുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് തിരുവല്ലായിൽ നമ്മുടെ ഹാളിന്റെ മുൻവശത്ത് ഞാൻ നിൽക്കുകയായിരുന്നു. പുഷ്പഗിരിയുടെ അടുത്താണ്, പുഷ്പഗിരി ഹോസ്പിറ്റലിന്റെ അടുത്താണ് നമ്മുടെ ഫെയ്ത്തും. പുഷ്പഗിരി ഹോസ്പിറ്റലിന്റെ അടുത്താണ് നമ്മുടെ ഫെയ്ത്തും. ഒരു ചെറിയ ചാറ്റമഴ പെയ്തു. വൈകിട്ട് സമയമാണ്. ഒരു ചെറിയ ചാറ്റമഴ പെയ്തു. പുഷ്പഗിരി ആശുപത്രിയിൽ പോയിട്ട് മടങ്ങി ജംഗ്ഷനിലേക്ക് പോകുന്ന ഒരു പുരോഹിതൻ. പുഷ്പഗിരി ആശുപത്രിയിൽ പോയിട്ട് മടങ്ങി ജംഗ്ഷനിലേക്ക് പോകുന്ന ഒരു പുരോഹിതൻ. അദ്ദേഹം നടന്നു പോവുകയാണ്, കുടയില്ല. അദ്ദേഹം നടന്നു പോവുകയാണ്, കയ്യിൽ കുടയില്ല. ചാറ്റമഴ കണ്ടുകൊണ്ട് ഓടി ഇങ്ങോട്ട് കയറി. ഇങ്ങോട്ട് കയറി. ഞാൻ അതിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഓടി ഹോളിലോട്ട് കയറുന്ന കണ്ട് എനിക്കും ഒരു ചിന്താക്കുഴപ്പമുണ്ടായി. അദ്ദേഹം ഓടി ഹോളിലോട്ട് കയറുന്ന കണ്ടിട്ട് എനിക്കും ഒരു ചിന്താക്കുഴപ്പമുണ്ടായി. ബോർഡ് കാണാതെ കയറിയതാണോ? ഇനി ബോർഡ് കാണാതെ കയറിയതാണോ? വന്ന് കയറി ഉടനെ കൈ തന്നു, പ്രൈസ് ലോർഡ്. വന്ന് കയറിയ ഉടനെ കൈ തന്നു, പ്രൈസ് ലോർഡ് പറഞ്ഞു. അതും എന്നെ ചിന്തിപ്പിച്ചു. സാധാരണ എങ്ങനെ സംഭവിക്കുന്നത്? അതും എന്നെ ചിന്തിപ്പിച്ചു. കാരണം സാധാരണ അങ്ങനെ സംഭവിക്കുന്നതല്ലോ. ഞങ്ങൾ കുശലപ്രശ്നം ചെയ്യുവാനിടയായി. ദൈവവചനത്തിലേക്ക് പ്രവേശിച്ചു. എന്റെ മുഖത്ത് നോക്കിയപ്പോൾ ഏതോ ദൈവിക വെളിച്ചമുള്ള ഒരു വ്യക്തിയെ പോലെ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആളാണ്. എനിക്ക് സംശയം തോന്നി. ഞാൻ ചോദിച്ചു അന്യഭാഷയിൽ സംസാരിക്കും. അന്യഭാഷയിൽ സംസാരിക്കും, പ്രവചിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദൈവിക രോഗശാന്തിയും താൻ അനുഭവിക്കും. അടുത്തതായി താൻ പറഞ്ഞ ഒരു വാക്കാണ് എന്നെ ചിന്തിപ്പിച്ചത്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റാണ്ടിൽ സഭയിൽ ഉണ്ടായിരുന്നതുമായ സകല ആത്മീക അനുഭവങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം നൂറ്റാണ്ടിൽ സഭയിൽ ഉണ്ടായിരുന്നതുമായ സകല ആത്മീയ അനുഭവങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പെന്തിക്കോസിലെ പാസ്റ്റർ ആയിരിക്കില്ല തന്നോട് പ്രസംഗിച്ചത് ഒരു പെന്തിക്കോസിലെ പാസ്റ്റർ ആയിരിക്കില്ല. ബൈബിൾ വായിച്ചപ്പോൾ ചില സത്യങ്ങൾ തനിക്ക് മനസ്സിലായി. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. അന്യഭാഷയിൽ സംസാരിക്കുന്നു, ദൈവശക്തിയാൽ നിറയപ്പെടുന്നു. അത് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ അത് പ്രാപിക്കണമെന്നുള്ള ചിന്തയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എത്രയോ പേർ ഈ സത്യത്തെ പിൻപറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഇത് പഴയ പാതയാണ്. പുതിയത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പുതിയത് പ്രമാണത്തിന് വിരുദ്ധമായത് വിട്ടിട്ട് സത്യപാതയിലേക്ക് കടന്നു. വരിക. അടുത്ത പഴയ പാത. അപ്പോസ്തലൻ പറയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ ഒരു വേർപാട് അനുഷ്ഠിക്കണം. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി ശക്തമായി ആ ഉപദേശം കൊരിന്ത്യർക്ക് എഴുതുന്നുണ്ട്. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ വായിക്കുന്നു. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ അത് വായിക്കുന്നു. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണകൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. വെളിച്ചത്തിന് ഇരുളിനോട് എന്തോ ഒരു കൂട്ടായ്മ. ക്രിസ്തുവിനും ബിലയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് ഒരു പാസ്റ്റർ
പാസ്റ്ററും പറയുന്നതല്ല, കർത്താവ് അരുളി ചെയ്യുന്നു. എന്ന് ഒരു പാസ്റ്ററും പറയുന്നതല്ല, കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി വ്യക്തമായ വേർപാട് പാലിക്കണം. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി വ്യക്തമായ വേർപാട് പാലിക്കണം. പാപത്തിൽ നിന്നും പാപികളിൽ നിന്നും വേർപെടണം. പാപത്തിൽ നിന്നും പാപികളിൽ നിന്നും വേർപെടണം. ദുരുപദേശത്തിൽ നിന്നും വേർപെടണം. ദുരുപദേശത്തിൽ നിന്നും വേർപെടണം. സത്യ ഉപദേശത്തിലേക്ക് കടന്നു വരണം. സത്യ ഉപദേശത്തിലേക്ക് കടന്നു വരണം. അതാണ് പഴയ പാത. അതാണ് പഴയ പാത, അല്ലെങ്കിൽ പഴയ ഉപദേശം. അല്ലെങ്കിൽ പഴയ ഉപദേശം. പുതിയതെന്താണെന്നറിയാം? പുതിയതെന്താണെന്ന് അറിയാമോ? നിൽക്കുന്നിടത്ത് നിന്നാ മതി. നിൽക്കുന്നിടത്ത് നിന്നാ മതി. എവിടെ നിന്നാലും നന്നായി ജീവിച്ചാൽ പോരെ. എവിടെ നിന്നാലും നന്നായി ജീവിച്ചാൽ പോരെ. അതാണ് പുതിയ വഴി. അതാണ് പുതിയ വഴി. നിങ്ങൾ തെറ്റിപ്പോകരുത്. നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. പുറപ്പെട്ടു പോരുവീൻ, പുറപ്പെട്ടു പോരുവീൻ. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ മഹദിയാം ബാബിലോണിനെ കുറിച്ച് വായിക്കുന്നു. മഹദിയാം ബാബിലോണിനെ കുറിച്ച് വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം മർമ്മം മഹദിയാം ബാബിലോൺ. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം മർമ്മം മഹദിയാം ബാബിലോൺ. മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നത് വീണുപോയ സഭയാണ്. മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നത് വീണുപോയ സഭയാണ്. നാമധേയ സഭകളുടെ സമൂഹം. നാമധേയ സഭകളുടെ സമൂഹം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വെളിപ്പാട് 18-ന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നു. എന്നാൽ വെളിപ്പാട് 18-ന്റെ 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്. എന്റെ ജനമായുള്ളവരെ, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാം, അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ, അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവീൻ. അവളെ വിട്ടുപോരുവീൻ. രണ്ട് വിഷയങ്ങളെ കാണുന്നുണ്ട് ഇവിടെ. രണ്ട് വിഷയങ്ങളെ കാണുന്നുണ്ട്. അവളുടെ പാപങ്ങൾ, അവളുടെ പാപങ്ങൾ, അതിനാൽ വരുന്ന ബാധ. അതിനാൽ വരുന്ന ബാധ. അവളുടെ ബാധ നിങ്ങളുടെ മേൽ വരാതിരിക്കണമെങ്കിൽ, അവളുടെ ബാധ നിങ്ങളുടെ മേൽ വരാതിരിക്കണമെങ്കിൽ അവളുടെ പാപങ്ങളെ വിട്ടുതിരിഞ്ഞു പോരണം. അവളുടെ പാപങ്ങളെ വിട്ടുതിരിഞ്ഞു പോരണം. എന്താണ് മഹദിയാം ബാബിലോണിന്റെ പാപങ്ങൾ? എന്താണ് മഹദിയാം ബാബിലോണിന്റെ പാപങ്ങൾ? 17-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ വായിക്കുമ്പോൾ മനസ്സിലാകും. 17-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ വായിക്കുമ്പോൾ മനസ്സിലാകും. വിശദീകരിക്കാൻ സമയമില്ലല്ലോ. മർമ്മം മഹദിയാം ബാബിലോൺ. മർമ്മം മഹദിയാം ബാബിലോൺ. വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. മൃഗത്തിന്മേൽ ഇരിക്കുന്നു. മരുഭൂമിയിൽ അതിനെ കാണുന്നു. മരുഭൂമിയിൽ അവനെ കാണുന്നു. കടും ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. കടും ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. രക്തവും മുത്തും അണിഞ്ഞവളായി കാണുന്നു. രക്തവും മുത്തും അണിഞ്ഞവളായി കാണുന്നു. സകല വിശുദ്ധന്മാരെയും രക്തം കുടിച്ച പാരമ്പര്യം അവൾക്കുണ്ട്. സകല വിശുദ്ധന്മാരുടെയും രക്തം കുടിച്ച പാരമ്പര്യം അവൾക്കുണ്ട്. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമാണിത്. സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമാണിത്. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അനന്തരം സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അവളുടെ പാപങ്ങളെ വിട്ടുപോരുവീൻ. അവളുടെ പാപങ്ങളെ വിട്ടുപോരുവീൻ. ഇല്ലെങ്കിൽ അവൾക്ക് വരാൻ പോകുന്ന ബാധയ്ക്ക് നിങ്ങൾ ഓഹരിക്കാരായി. ഇല്ലെങ്കിൽ അവൾക്ക് വരുവാൻ പോകുന്ന ബാധയ്ക്ക് നിങ്ങളും ഓഹരിക്കാരാകും. വേർപാടിന്റെ വ്യക്തമായ ഉപദേശം. വേർപാടിന്റെ വ്യക്തമായ ഉപദേശം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി പഴയ പാത എന്താണ്? അടുത്തതായി പഴയ പാത എന്താണ്? അപ്പോസ്തോലിക കൂട്ടായ്മ. അപ്പോസ്തോലിക കൂട്ടായ്മ. അപ്പോസ്തോലന്മാരാൽ നടത്തപ്പെടുക. അപ്പോസ്തോലന്മാരാൽ നടത്തപ്പെടുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചോദിക്കും, ഏതാണ് ഈ അപ്പോസ്തോലന്മാർ? ബൈബിൾ പഠിച്ചാൽ മതി. ബൈബിൾ പഠിച്ചാൽ മതി. വേറെ എങ്ങും പോകണ്ട. വേറെ എങ്ങും പോകണ്ട. യേശുക്രിസ്തുവിന്റെ ഉപദേശം പഠിച്ചാൽ മതി. യേശുക്രിസ്തുവിന്റെ ഉപദേശം പഠിച്ചാൽ മതി. യേശുക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരെ വിലയിരുത്തിയാൽ മതി. യേശുക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരെ വിലയിരുത്തിയാൽ മതി. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ താൻ ചെയ്ത ആദ്യത്തെ ശുശ്രൂഷ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിപ്പാൻ അയക്കേണ്ടതിന് 12 അപ്പോസ്തലന്മാരെ വേർതിരിച്ചു. തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിപ്പാൻ അയക്കേണ്ടതിനും 12 അപ്പോസ്തലന്മാരെ വേർതിരിച്ചു. ദൈവത്തിന് സ്തോത്രം. അവർക്ക് ചില പ്രമാണങ്ങൾ കൊടുത്തു. ഒന്നാമത് അവർ എപ്പോഴും യേശുവിനോട് കൂടെ ഇരിക്കുന്നവരായിരുന്നു. പിന്നീടാണ് അവർക്ക് പ്രസംഗം. ഭൂതങ്ങളെ പുറത്താക്കുന്നതും പിന്നീടാണ്. ഈ അപ്പോസ്തലന്മാരോട് യേശു പറയുന്നു. ലൂക്കോസ് 14:26 എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാത്തവൻ. അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരനെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കാൻ കഴിയില്ല. എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ലൂക്കോസ് 14:33 അങ്ങനെ തന്നെ ഒരുവൻ തനിക്കുള്ളത്
ഒക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ, അങ്ങനെ തന്നെ ഒരുവൻ തനിക്കുള്ളത് ഒക്കെയും വിട്ടുതിരിയുന്നില്ലെങ്കിൽ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഇതൊരു പുതിയ ഉപദേശമല്ല. ഇതൊരു പുതിയ ഉപദേശമല്ല. യേശു ക്രിസ്തുവിന്റെ ഈ ഉപദേശത്തെ ഞങ്ങൾ പൂർണ്ണമായും ഈ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഉപദേശത്തെ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇത് പറയുമ്പോൾ ചിലർ പറയുന്നു ഇത് ദുരുപദേശമാണെന്ന്. ഞങ്ങളിത് പറയുമ്പോൾ ചിലർ പറയുന്നു ഇത് ദുരുപദേശമാണെന്ന്. എനിക്കിത് ദുരുപദേശമാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ എനിക്കിത് ഇഷ്ടമാണ്. മറ്റുള്ളവർ ഇത് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു പോലെ, കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ ഇത് ദുരുപദേശമാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാലും എനിക്കിത് ഇഷ്ടമാണ്. ഒരിക്കൽ രാജസന്നിധിയിൽ പാൽപ്പായസം വിളമ്പി, ഒരിക്കൽ- മധുരമുള്ള പാൽപ്പായസം. ഒരിക്കൽ രാജസന്നിധിയിൽ നല്ല മധുരമുള്ള പാൽപ്പായസം വിളമ്പി. രാജാവ് അല്പം രുചി നോക്കിയിട്ട് പറഞ്ഞു കഴിക്കുന്നു. രാജാവ് അല്പം രുചി നോക്കിയിട്ട് പറഞ്ഞു കഴിക്കുന്നു. രാജാവ് കഴിക്കുന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഇരിക്കുന്നവർക്ക് മധുരം ഉണ്ടെന്ന് പറയാനൊക്കെ എല്ലാരും പറഞ്ഞു കഴിക്കുന്നെന്ന്. കഴിക്കുന്നു എന്ന് രാജാവ് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ മധുരം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും പറഞ്ഞ കഴിക്കുന്നു എന്നോ മാറ്റി അങ്ങോട്ട് വെച്ചു. കുഞ്ചൻ നമ്പ്യാര് നോക്കിയപ്പോൾ ഇത് സംഗതി കുഴയുന്ന വിഷയമാണല്ലോ. പുള്ളി പറഞ്ഞു ഈ പഞ്ചസാരയുടെ കയ്പ് അടിയാൻ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞ് തല പൊക്കാതെ കുടിച്ചേ എഴുന്നേറ്റ് പോയി. കുഞ്ചൻ നമ്പ്യാർ നോക്കിയപ്പോൾ ഇത് കുഴയുന്ന പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞ് താൻ പറഞ്ഞു ഈ പഞ്ചസാരയുടെ കയ്പ് അടിയന് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞ് തല നോക്കാതെ കുടിച്ചിട്ട് പോയി. തല ഉയർത്താതെ മൊത്തം കുടിച്ചിട്ട് എഴുന്നേറ്റ് പോയി. തല ഉയർത്താതെ മുഴുവനും കുടിച്ചിട്ട് എഴുന്നേറ്റ് പോയി. പുള്ളിക്ക് ഇത് വലിയ ഇഷ്ടമായി പഞ്ചസാരയുടെ കയ്പ്. ഈ പഞ്ചസാരയുടെ കയ്പ് പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. ആരെല്ലാം ഇത് ദുരുപദേശമാണെന്ന് പറഞ്ഞാൽ എനിക്കിത് ഇഷ്ടമാണ്. ആരെല്ലാം ഇത് ദുരുപദേശമാണെന്ന് പറഞ്ഞാലും എനിക്കിത് വളരെ ഇഷ്ടമാണ്. കാരണം കർത്താവായ യേശു പഠിപ്പിച്ചതാണ്. കാരണം കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചതാണ്. ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും അങ്ങനെ തന്നെ. ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും അങ്ങനെ തന്നെ. അപ്പോസ്തലന്മാർ ജഡപ്രകാരമുള്ള ബന്ധങ്ങളെ വിട്ടുപിരിയണം. അപ്പോസ്തലന്മാർ ജഡപ്രകാരമുള്ള ബന്ധങ്ങളെ വിട്ടുപിരിയണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, വിവാഹം കഴിയാത്തവരും വിധവുമാരും എന്നെ പോലെ പാർത്തുകൊണ്ടാൽ നന്ന്. വിവാഹം കഴിയാത്തവരും വിധവുമാരും എന്നെ പോലെ പാർത്തുകൊണ്ടാൽ നന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ തന്റെ ജീവിതത്തെ കുറിച്ചുള്ള സാക്ഷ്യം പറയുക. അപ്പോസ്തലൻ തന്റെ ജീവിതത്തെ കുറിച്ചുള്ള സാക്ഷ്യം പറയുക. ചില സ്നേഹിതർ പറയും അയ്യോ അധ്യക്ഷൻ. അപ്പോൾ ചില സ്നേഹിതർ പറയുന്നു അയ്യോ അധ്യക്ഷൻ. പ്രിയ സ്നേഹിതരെ, അധ്യക്ഷനും അപ്പോസ്തലനും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. രണ്ടും രണ്ടാ, അത് ആദ്യം പഠിക്കണം. പ്രിയമുള്ളവരെ, അപ്പോസ്തലനും അധ്യക്ഷനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അത് രണ്ടും രണ്ടാണ്. ആദ്യം അത് പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്ന അധ്യക്ഷൻ, അവിടെ പറഞ്ഞിരിക്കുന്ന അധ്യക്ഷൻ അപ്പോസ്തലന്മാരുടെ അഭാവത്തിൽ ജനത്തെ ഉപദേശിക്കുവാൻ താൽക്കാലികമായി നിയമിക്കപ്പെട്ടവരാണ്. അപ്പോസ്തലന്മാരുടെ അഭാവത്തിൽ ജനത്തെ ഉപദേശിക്കുവാൻ താൽക്കാലികമായി നിയോഗിക്കപ്പെട്ടവരാണ്. കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ല. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ല. പഴയ പാത അപ്പോസ്തോലിക ശുശ്രൂഷ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്. പഴയ പാത അപ്പോസ്തോലിക ശുശ്രൂഷ പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ്. ജഡപ്രകാരമുള്ള ബന്ധങ്ങളെ വിട്ട് വേർപെട്ട ശുശ്രൂഷ. ജഡപ്രകാരമുള്ള ബന്ധങ്ങളെ വിട്ട് വേർപെട്ട ശുശ്രൂഷ. ലോകത്തിൽ സ്വന്തമായി ഒന്നുമില്ലാത്ത ശുശ്രൂഷ. ലോകത്തിൽ സ്വന്തമായി ഒന്നുമില്ലാത്ത ശുശ്രൂഷ. തങ്ങൾക്കുള്ളതൊക്കെയും വിട്ട് കർത്താവിനെ പിൻപറ്റി ചെയ്യുന്ന ശുശ്രൂഷ. തങ്ങൾക്കുള്ളതൊക്കെയും വിട്ട് കർത്താവിനെ പിൻപറ്റി ചെയ്യുന്ന ശുശ്രൂഷ. അന്ന് അപ്പോസ്തലന്മാർ വിശ്വാസത്താൽ ജീവിച്ചിരുന്നു. അന്ന് അപ്പോസ്തലന്മാർ വിശ്വാസത്താൽ ജീവിച്ചിരുന്നു. വിശ്വാസ ജീവിതം ദൈവസഭയെ പഠിപ്പിച്ചിരുന്നു. വിശ്വാസ ജീവിതം ദൈവസഭയെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പഴയ പാത വിശ്വാസത്താൽ ജീവിക്കുന്ന മാർഗം. പഴയ പാത വിശ്വാസത്താൽ ജീവിക്കുന്ന മാർഗം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വഴികളിൽ ചെന്ന് പഴയ പാതയെന്ന് തിരഞ്ഞ് അതിൽ നടപ്പീൻ. നിങ്ങൾ വഴികളിൽ ചെന്ന് പഴയ പാതയെന്ന് നോക്കി അതിൽ നടപ്പീൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവിക രോഗശാന്തിക്കും ചില ഉപദേശങ്ങളുണ്ട്. ദൈവിക രോഗശാന്തിക്കും ചില ഉപദേശങ്ങളുണ്ട്. പഴയ പാത എന്താണ്? പഴയ ഉപദേശം ഏതാണ്? യാക്കോബിന്റെ ലേഖനത്തിൽ 5-ാം അധ്യായം 15-ാം വാക്യം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ പഴയ ഉപദേശം ഏതാണ്? വായിച്ച 5:15. എന്നാൽ വിശ്വാസത്തോടുകൂടി അതിന്റെ മുകളിലത്തെ 14-ാം വാക്യം കൂടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ കാറ് വിളിക്കട്ടെ. ദീനമായി കിടക്കുന്നവൻ കാറ് വിളിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകട്ടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകട്ടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പനെ വരുത്തട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പനെ വരുത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. മൂപ്പൻ രോഗശാന്തി അനുഭവിക്കുന്ന ആളായിരിക്കണം. മൂപ്പൻ രോഗശാന്തി അനുഭവിക്കുന്ന ആളായിരിക്കണം. ഇല്ലെങ്കിൽ രോഗശാന്തിക്ക് വേണ്ടി എങ്ങനെ മൂപ്പന് പ്രാർത്ഥിക്കാൻ കഴിയും? ഇല്ലെങ്കിൽ രോഗശാന്തിക്ക് വേണ്ടി മൂപ്പൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? ഒരു വിശ്വാസി സഹോദരൻ പറഞ്ഞ ഒരു സംഭവം. ഒരു വിശ്വാസി സഹോദരൻ പറഞ്ഞ ഒരു സംഭവം മറ്റൊരു പെന്തിക്കോസ് കൂട്ടായ്മയാണ്. മറ്റൊരു പെന്തിക്കോസ് കൂട്ടായ്മയിലാണ്. തന്നെ ആ കൂട്ടായ്മ വിട്ട് സത്യത്തിലേക്ക് വരാൻ പ്രേരിപ്പിച്ച സംഭവമായിരുന്നു. തന്റെ ജീവിതത്തിൽ ആ കൂട്ടായ്മ വിട്ട് സത്യത്തിലേക്ക് വരുവാൻ പ്രേരിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത്. കടുത്ത വയറ്റുവേദന. കടുത്ത വയറ്റുവേദന. ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഓടി തന്റെ വിശ്വാസ വീട്ടിലേക്ക് ചെന്നു.
ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഓടി തന്റെ വിശ്വാസ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പം വീട് അടച്ചിട്ടിരിക്കുക. അവിടെ ചെന്നപ്പോൾ വീട് അടച്ചിട്ടിരിക്കുക. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് പാസ്റ്ററുടെ മോന് പനിയും ജലദോഷവുമായിട്ട് പാസ്റ്ററും ഭാര്യയും മോനും കൂടെ ആശുപത്രിയിൽ പോയിരിക്കുക. പാസ്റ്ററുടെ മോന് പനിയും ജലദോഷവുമായിട്ട് പാസ്റ്ററും ഭാര്യയും മോനും കൂടെ ആശുപത്രിയിൽ പോയിരിക്കുകയാണ്. അന്ന് അതിനോട് യാത്ര പറഞ്ഞു. സഭയിലെ മൂപ്പനെ വരുത്തട്ടെ. സഭയിലെ മൂപ്പനെ വരുത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. രോഗശാന്തി വരേണ്ടതിന് പ്രാർത്ഥിക്കട്ടെ. രോഗശാന്തി വരേണ്ടതിന് പ്രാർത്ഥിക്കട്ടെ. ദൈവിക രോഗശാന്തി അനുഭവിക്കുന്നവർക്ക് മാത്രമേ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പ്രാഗൽഭ്യം ഉണ്ടാകും. ദൈവിക രോഗശാന്തി അനുഭവിക്കുന്നവർക്ക് മാത്രമേ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പ്രാഗൽഭ്യം ഉണ്ടാകുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ട് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. എണ്ണ പൂശി പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കുന്നു. അതാണ് പഴയ പാത. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗികളെ സൗഖ്യമാക്കുന്നു. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന രോഗികളെ സൗഖ്യമാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ അത് ഉപദേശിക്കുന്നു. ഞങ്ങൾ അത് അനുഭവിക്കുന്നു. ദൈവിക രോഗശാന്തി പ്രാർത്ഥനയാൽ സാധ്യമാകും എന്ന് തെളിയിക്കേണ്ടതിന് ഞങ്ങൾ കഷ്ടം സഹിച്ചാണ് ആ ഉപദേശത്തെ സ്ഥാപിക്കുന്നത്. യേശു സൗഖ്യമാക്കുന്നവനെ തെളിയിക്കുവാൻ ഞങ്ങൾ കഷ്ടം സഹിച്ച് ധൈര്യമായി നിൽക്കുന്നു. ഞങ്ങൾ കഷ്ടം സഹിച്ച് ധൈര്യമായി നിൽക്കുന്നു. ഞങ്ങൾക്ക് ധൈര്യമായി പറയാൻ കഴിയും. അത് ഞങ്ങൾക്ക് ധൈര്യമായി പറയുവാൻ യേശു സൗഖ്യമാക്കുന്നവനാണ്. സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവനാണ്. ഞങ്ങളത് അനുഭവിക്കുന്നു. രോഗശാന്തിയും ആരോഗ്യവും. രോഗശാന്തി മാത്രമല്ല ആരോഗ്യവും. ദൈവത്തിന് സ്തോത്രം. ചെങ്കടൽ കടന്ന ഇസ്രായേൽ ജനത്തിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ. ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ചട്ടങ്ങളും വിധികളും ആചരിച്ച് നടന്നാൽ. മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു വ്യാധിയും വരികയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ലോകത്തിൽ മരുന്നിനെ രണ്ടായി തിരിക്കാം. ഒന്ന് രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ കുത്തിവയ്പ്. രണ്ട് വന്നാൽ സൗഖ്യമാകാനുള്ള മരുന്ന്. അവിടെ പുറപ്പാട് 15-ൽ ഇത് രണ്ടും ഉണ്ട് കേട്ടോ. പുറപ്പാട് 15-ാം അധ്യായത്തിൽ ഇത് രണ്ടുമുണ്ട്. അവന്റെ ചട്ടങ്ങളും വിധികളും ആചരിച്ച് നടന്നാൽ വരികയില്ല. ദൈവത്തിന് സ്തോത്രം. അല്ല ഏതെങ്കിലും വന്നാൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വഴിതെറ്റി പോകരുത്. വഴികളിൽ ചെന്ന് പഴയ പാത ഏതെന്ന് ചോദിച്ചു. നല്ല വഴി ഏതെന്ന് ചോദിച്ചു. അതിൽ നടപ്പീൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം.